അന്നുമുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ടു മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയിർത്തെഴുന്നേൽക്കുകയും വേണ്ടതു എന്നു ശിഷ്യന്മാരെയാടു പ്രസ്താവിച്ചു തുടങ്ങി. അവൻ ഈ വാക്കു തുറന്നു പറഞ്ഞു. പത്രോസ് അവനെ വേറിട്ടുകൊണ്ടുപോയി, കർത്താവേ, അതു അരുതേ, നിനക്കു അങ്ങനെ ഭവിക്കരുതേ എന്നു ശാസിച്ചു തുടങ്ങി. അവനെയാ തിരിഞ്ഞു നേയാക്കി ശിഷ്യന്മാരെ കണ്ടിട്ടു പത്രോസിനെ ശാസിച്ചു, സാത്താനെ, എന്നെ വിട്ടുപോയ, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നതു എന്നു പറഞ്ഞു. പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ചു അവരെയാടു പറഞ്ഞതു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ചു തന്റെ ക്രൂശ് എടുത്തുകൊണ്ടു എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന്നു എന്തു പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തു മറുവില കൊടുക്കും? വ്യഭിചാരവും പാപവും ഉള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ചു നാണിച്ചാൽ അവനെക്കുറിച്ചു മനുഷ്യപുത്രനും തന്റെയും പിതാവിന്റെയും വിശുദ്ധദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പയാൽ നാണിക്കും. അപ്പയാൽ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്കു തക്കവണ്ണം പകരം നൽകും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നതു കാണുവയാളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ടു എന്നു ഞാൻ സത്യമായിട്ടു നിങ്ങളെയാടു പറയുന്നു. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹയാതരനായ യോഹന്നാനെയും കൂട്ടിത്തനിച്ചു ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെപ്പയാലെ ശയാപിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പെയാലെ വെള്ളയായി തീർന്നു. അപ്പയാൽ ഏലിയാവും മേശയും അവർക്കു പ്രത്യക്ഷമായി യേശുവിനെയാടു സംഭാഷിച്ചു കൊണ്ടിരുന്നു. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ചു സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനെയാടു കൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പയാൽ പത്രോസ് യേശുവിനെയാടു, ഗുരുവേ, നാം ഇവിടെ ഇരിക്കുന്നതു നല്ലതു. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മേശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്നു പറഞ്ഞു. താൻ എന്തു പറയേണ്ടു എന്നു അവൻ അറിഞ്ഞില്ല. അവർ ഭയപരവശരായിരുന്നു. ഇതു പറയുമ്പയാൽ ഒരു മേഘം വന്നു അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിൽ ആയപ്പയാൽ പേടിച്ചു. മേഘത്തിൽ നിന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന്നു ചെവികൊടുപ്പിൻ എന്നു ഒരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അതു കേട്ടിട്ടു ഏറ്റവും ഭയപ്പെട്ടു കവിണ്ണു വീണു. പെട്ടെന്നു യേശു അടുത്തു ചെന്നു അവരെ തൊട്ടു, എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്നു പറഞ്ഞു. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. അവർ മലയിൽ നിന്നു ഇറങ്ങുമ്പയാൾ, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്നു എഴുന്നേറ്റിട്ടല്ലാതെ ഈ കണ്ടതു ആരെയാടും അറിയിക്കരുതു എന്നു അവൻ അവരെയാടു കൽപ്പിച്ചു. അവർ കണ്ടതു ഒന്നും ആ നാളുകളിൽ ആരെയാടും അറിയിക്കാതെ മൗനമായിരുന്നു. മരിച്ചവരിൽ നിന്നു എഴുന്നേൽക്ക എന്നുള്ളതു എന്തു എന്നു തമ്മിൽ തർക്കിച്ചുകൊണ്ടു അവർ ആ വാക്കുകളിൽ സംഗ്രഹിച്ചു. ഏലിയാവ് മുമ്പേ വരേണ്ടതു എന്നു ശാസ്ത്രിമാർ വാദിക്കുന്നതു എന്തു എന്നു അവർ ഛേദിച്ചു. അതിന്നു യേശു, ഏലിയാവ് മുമ്പേ വന്നു സകലവും യഥാസ്ഥാനത്താക്കുന്നു സത്യം. എന്നാൽ മനുഷ്യപുത്രനെക്കുറിച്ചു അവൻ വളരെ കഷ്ടപ്പെടുകയും ധിക്കരിക്കപ്പെടുകയും ചെയ്യേണ്ടിവരും എന്നു എഴുതിയിരിക്കുന്നതു എങ്ങനെ? എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്കു തോന്നിയതു എല്ലാം അവനെയാടു ചെയ്തു. അവണ്ണം മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ടു എന്നു ഉത്തരം പറഞ്ഞു. അവൻ യോഹന്നാൻ സ്നാപകനെക്കുറിച്ചു തങ്ങളെയാടു പറഞ്ഞു എന്നു ശിഷ്യന്മാർ ഗ്രഹിച്ചു. അവൻ ശിഷ്യന്മാരുടെ അടുക്കെ വന്നാറെ വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരെയാടു തർക്കിക്കുന്നതും കണ്ടു. പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ചു ഓടിവന്നു അവനെ വന്ദിച്ചു. അവൻ അവരെയാടു, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നതു എന്തു എന്നു ഛേദിച്ചു. അതിന്നു പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരുവേ, ഉമ്മനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതു അവനെ എവിടെ വെച്ചു പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ചു പല്ലുകടിച്ചു വരണ്ടുപയാകുന്നു. അതിനെ പുറത്താക്കേണ്ടതെന്നു ഞാൻ നിന്റെ ശിഷ്യന്മാരെയാടു പറഞ്ഞിട്ടു അവർക്കു കഴിഞ്ഞില്ല എന്നു ഉത്തരം പറഞ്ഞു. അതിന്നു യേശു, അവിശ്വാസവും കേട്ടവുമുള്ള തലമുറയെ, എത്രത്തെയാളം ഞാൻ നിങ്ങളെയാടു കൂടെ ഇരിക്കും? എത്രത്തെയാളം നിങ്ങളെ സഹിക്കും? അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്നു ഉത്തരം പറഞ്ഞു. അവൻ വരുമ്പയാൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ടു പിടിപ്പിച്ചു. അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്തു വീണു നുരച്ചുരുണ്ടു. ഇതു അവന്നു സംഭവിച്ചിട്ടു എത്ര കാലമായി എന്നു അവന്റെ അപ്പനെയാടു ഛേദിച്ചതെന്നു അവൻ ചെറുപ്പം മുതൽ തന്നെ. അതു അവനെ നശിപ്പിക്കേണ്ടതെന്നു പലപ്പയാഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ടു. നിന്നാൽ വല്ലതും കഴിയും എങ്കിൽ മനസ്സലിഞ്ഞു ഞങ്ങളെ സഹായിക്കണമേ എന്നു പറഞ്ഞു. യേശു അവനെയാടു, നിന്നാൽ കഴിയും എങ്കിൽ എന്നെയാ വിശ്വസിക്കുന്നുവെന്നു സകലവും കഴിയും എന്നു പറഞ്ഞു. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്നു പറഞ്ഞു.
എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നതു യേശു കണ്ടിട്ടു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപേയാ, ഇനി അവനിൽ കടക്കരുതു എന്നു ഞാൻ നിന്നെയാട് കൽപ്പിക്കുന്നു എന്നു പറഞ്ഞു. അപ്പയാൾ അതു നിലവിളിച്ചു അവനെ വളരെ ഇഴച്ചു പുറപ്പെട്ടുപയായി. മരിച്ചുപയായി എന്നു പലരും പറവാൻ തക്കവണ്ണം അവൻ മരിച്ച പേയാലെ ആയി. യേശു അവനെ കൈക്കു പിടിച്ചു നിവർത്തി, അവൻ എഴുന്നേറ്റു. എല്ലാവരും ദൈവത്തിന്റെ മഹിമയെങ്കിൽ വിസ്മയിച്ചു. യേശു ചെയ്യുന്നതിൽ ഒക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പയാൽ അവൻ തന്റെ ശിഷ്യന്മാരെയാടും, നിങ്ങൾ ഈ വാക്കു ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുവിൻ, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പേയാകുന്നു എന്നു പറഞ്ഞു. ആ വാക്കു അവർ ഗ്രഹിച്ചില്ല, അതു തിരിച്ചറിയാതവണ്ണം അവർക്കും അറിഞ്ഞിരുന്നു. ആ വാക്കു സംബന്ധിച്ചു അവനെയാടു ചെയ്യാതിപ്പാൻ അവർ ശങ്കിച്ചു. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനെയാടു, ഞങ്ങൾക്കു അതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞതു എന്തു എന്നു ചെയ്യാതിച്ചു. അവൻ അവരെയാടു, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്കു കടുകുമണിയാളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയാടു, ഇവിടെ നിന്നു അങ്ങേയറ്റു നീങ്ങുക എന്നു പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പയാകുന്നില്ല എന്നു ഞാൻ സത്യമായിട്ടു നിങ്ങളെയാടു പറയുന്നു എന്നു പറഞ്ഞു. അവിടെ നിന്നു അവർ പുറപ്പെട്ടു ഗലീലയിൽ കൂടി സഞ്ചരിച്ചു. അതു ആരും അറിയരുതെന്നു അവൻ ഇച്ഛിച്ചു. അവൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു അവരെയാടു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, കൊന്നിട്ടു 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയിർത്തെഴുന്നേൽക്കും എന്നു പറഞ്ഞു. ആ വാക്കു അവർ ഗ്രഹിച്ചില്ല, അവനെയാടു ചെയ്യാതിപ്പാനെയാ ഭയപ്പെട്ടു. അവർ കഫർനഹൂമിൽ എത്തിയാറെ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു, നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയാ എന്നു ചെയ്യാതിച്ചതെന്നു ഉപ്പു എന്നു അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോയാൽ യേശു അവനെയാടു, ശിമയാനെ, നിനക്കു എന്തു തേയാന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമയാ കരമയാ ആരെയാടു വാങ്ങുന്നു? പുത്രന്മാരെയാടെയാ അന്യരെയാടെയാ എന്നു മുന്നിട്ടു ചെയ്യാതിച്ചതെന്നു അന്യരെയാടു എന്നു അവൻ പറഞ്ഞു. യേശു അവനെയാടു, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്കു ഇടർച്ച വരുത്താതിരിക്കേണ്ടതെന്നു നീ കടലിലേക്കു ചെന്നു ചൂണ്ടൽ ഇട്ടു ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക, അതിന്റെ വായി തുറക്കുമ്പയാൽ ഒരു ചതുർദ്രഹ്മപ്പണം കാണും, അതു എടുത്തു എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്നു പറഞ്ഞു. അവൻ കഫർനഹൂമിൽ വന്നു വീട്ടിൽ ഇരിക്കുമ്പയാൽ, നിങ്ങൾ വഴിയിൽ വെച്ചു തമ്മിൽ വാദിച്ചതു എന്തു എന്നു അവരെയാടു ചെയ്യാതിച്ചു. അവരെയാ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്നു വഴിയിൽ വെച്ചു വാദിച്ചതുകൊണ്ടു മിണ്ടാതിരുന്നു. അവൻ 212 വിളിച്ചു, ഒരുവൻ മുമ്പൻ ആകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകേണം എന്നു പറഞ്ഞു. ഒരു ശിശുവിനെ എടുത്തു അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ടു അവരെയാടു, നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെ പേയാലെ ആയിവരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്നു ഞാൻ സത്യമായിട്ടു നിങ്ങളെയാടു പറയുന്നു. ആകയാൽ ഈ ശിശുവിനെ പേയാലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകുന്നു. ഈ ശിശുവിനെ എന്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനെയാ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങളെല്ലാവരിലും ചെറിയവനായവൻ അത്രേ വലിയവൻ ആകും എന്നു അവരെയാടു പറഞ്ഞു. യോഹന്നാൻ അവനെയാടു, ഗുരുയാ, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നതു ഞങ്ങൾ കണ്ടു, അവൻ നമ്മെ അനുഗമിക്കായ്കയാൽ ഞങ്ങൾ അവനെ വിരയാധിച്ചു എന്നു പറഞ്ഞു. അതിന്നു യേശു പറഞ്ഞതു, അവനെ വിരയാധിക്കരുതു. എന്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ടു വേഗത്തിൽ എന്നെ ദുഷിച്ചു പറവാൻ കഴിയുന്നവൻ ആരും ഇല്ല. നമുക്കു പ്രതികൂലമല്ലാത്തവൻ നമുക്കു അനുകൂലമല്ലോ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന്നു പ്രതിഫലം കിട്ടാതിരിക്കയില്ല എന്നു ഞാൻ സത്യമായിട്ടു നിങ്ങളെയാടു പറയുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന്നു ആരെങ്കിലും ഇടർച്ച വരുത്തിയാലേ അവന്റെ കഴുത്തിൽ വലിയാരു തിരിക്കല്ലു കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നതു അവന്നു നന്നു. ഇടർച്ച ഹേതുവായി ഇലയാകത്തിന്നു അയ്യാ കഷ്ടം. ഇടർച്ച വരുന്നതു ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യനു അയ്യാ കഷ്ടം. നിന്റെ കൈ നിനക്കു ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. ഉന്നനായി ജീവനിൽ കടക്കുന്നതു 2 കൈയുമുള്ളവൻ ആയി കെടാത്ത തീയായ നരകത്തിൽ പേയാകുന്നതിനേക്കാൾ നിനക്കു നല്ലു. നിന്റെ കാൽ നിനക്കു ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. മുടന്തനായി ജീവനിൽ കടക്കുന്നതു 2 കാലുമുള്ളവൻ ആയി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്കു നല്ലു. നിന്റെ കണ്ണു നിനക്കു ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നുകളക. ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നതു 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്കു നല്ലു. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. എല്ലാവന്നും തീ കൊണ്ട് ഉപ്പിടും. ഉപ്പു നല്ലതു തന്നെ, ഉപ്പുകാരമില്ലാതെ പേയായാലയാ എന്തൊന്നിനാൽ അതിന് രസം വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിപ്പേ. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. നിങ്ങൾക്കു എന്തു തേയാന്നുന്നു? ഒരു മനുഷ്യനു 100 ആടു ഉണ്ടു എന്നിരിക്കട്ടെ, അവയിൽ 1 തെറ്റി ഉഴന്നുപയായാൽ 99 വിട്ടേച്ചു തെറ്റിപ്പയായതിനെ മലകളിൽ ചെന്നു തിരയുന്നില്ലയാ?
അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പയാകാത്ത 99-ലും അധികം അതിനെക്കുറിച്ചു സന്ദേശിക്കും എന്നു ഞാൻ സത്യമായിട്ടു നിങ്ങളെയാടു പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചുപയാകുന്നതു സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനു ഇഷ്ടമല്ല. നിന്റെ സഹയാദരൻ നിന്നെയാടു പിഴച്ചാൽ നീ ചെന്നു നീയും അവനും മാത്രം ഉള്ളപ്പയാൾ കുറ്റം അവന്നു ഭേദം വരുത്തുക. അവൻ നിന്റെ വാക്കു കേട്ടാൽ നീ സഹയാദരനെ നേടി. കേൾക്കാഞ്ഞാലയ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതെന്നു 1-2 പേരെ കൂട്ടിക്കൊണ്ടു ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയാടു അറിയിക്ക. സഭയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്നവയാലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അഴിഞ്ഞിരിക്കും എന്നു ഞാൻ സത്യമായിട്ടു നിങ്ങളെയാടു പറയുന്നു. ഭൂമിയിൽ വെച്ചു നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും അകമത്യപ്പെട്ടാൽ അതു സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിങ്കൽ നിന്നു അവർക്കു ലഭിക്കും. 2-3 പേർ എന്റെ നാമത്തിൽ കൂടിവരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ടു എന്നും ഞാൻ നിങ്ങളെയാടു പറയുന്നു. അപ്പയാൽ പത്രോസ് അവന്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹയാദരൻ എത്ര വട്ടം എന്നെയാടു പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയാ എന്നു ചോദിച്ചു. യേശു അവനെയാടു, 7 വട്ടമല്ല 70 വട്ടം എന്നു ഞാൻ നിന്നെയാടു പറയുന്നു എന്നു പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്കു തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനെയാടു സദൃശം. അവൻ കണക്കു നെയ്യാക്കി തുടങ്ങിയപ്പയാൽ 10,000 താലന്തു കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്നു വീട്ടുവാൻ വകയില്ലായ്കയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവന്നുള്ളതൊക്കെയും വിറ്റു കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ടു ആ ദാസൻ വീണു അവനെ നമസ്കരിച്ചു. യജമാനനെ എന്നെയാടു ക്ഷമ തന്നേണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്നു പറഞ്ഞു. അപ്പയാൽ ആ ദാസന്റെ യജമാനൻ മനസ്സിലിഞ്ഞു അവനെ വിട്ടേച്ചു കടവും ഇലച്ചുകൊടുത്തു. ആ ദാസൻ പെയാകുമ്പയാൽ തനിക്കു 100 വെള്ളിക്കാശു കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു തൊണ്ടയ്ക്കു പിടിച്ചു ഞെക്കി, നിന്റെ കടം തീർക്കുക എന്നു പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നെയാടു ക്ഷമ തന്നേണമേ, ഞാൻ തന്നു തീർക്കാം എന്നു അവനെയാടു അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്നു കടം വീട്ടുവയാളം അവനെ തടവിൽ ആക്കിച്ചു. ഈ സംഭവിച്ചതു അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ടു വളരെ ദുഃഖിച്ചു. ചെന്നു സംഭവിച്ചതു ഒക്കെയും യജമാനനെ പ്രയാധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നെയാടു അപേക്ഷിക്കയാൽ ഞാൻ ആ കടം ഒക്കെയും ഇലച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നെയാടു കരുണ തേയാന്നിയതുപയാലെ നിനക്കും കൂട്ടുദാസനെയാടു കരുണ തേയാന്നേണ്ടതല്ലയാ എന്നു പറഞ്ഞു. അങ്ങനെ യജമാനൻ ഖ്യാപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവയാളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹയാദരനെയാടു ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളെയാടും ചെയ്യും. അതിന്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ടു യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന്നു മനസ്സില്ലായിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ അടുത്തിരുന്നു. അവന്റെ സഹയാദരന്മാർ അവനെയാടു, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതെന്നു ഇവിടം വിട്ടു യഹൂദയിലേക്കു പോയാകും. പ്രസിദ്ധൻ ആകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നു എങ്കിൽ ലേഖത്തിന്നു നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്നു പറഞ്ഞു. അവന്റെ സഹയാദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശു അവരെയാടു, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കയാ എല്ലായ്പ്പോഴും സമയം തന്നെ. നിങ്ങളെ പകപ്പാൻ ലേഖത്തിനു കഴിയുന്നതല്ല, എന്നാൽ അതിന്റെ പ്രവൃത്തികൾ ദയാശമുള്ളവ എന്നു ഞാൻ അതിനെക്കുറിച്ചു സാക്ഷ്യം പറയുന്നതുകൊണ്ടു അതു എന്നെ പകയ്ക്കുന്നു. നിങ്ങൾ പെരുന്നാളിന്നു പെയാകുവിൻ, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായ്ക്കൊണ്ടു ഞാൻ ഈ പെരുന്നാളിന്നു ഇപ്പയാൽ പെയാകുന്നില്ല. ഇങ്ങനെ അവരെയാടു പറഞ്ഞിട്ടു ഗലീലയിൽ തന്നെ പാർത്തു. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പയാൽ അവൻ യെരൂശലേമിലേക്കു യാത്രയാവാൻ മനസ്സു ഉറപ്പിച്ചു തനിക്കു മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പേയായി അവനായി വട്ടം കൂട്ടേണ്ടതെന്നു ശമരിക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്കു പേയാകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. അതു അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ടു, കർത്താവേ, എലിയാവു ചെയ്തു പേയാലെ ആകാശത്തുനിന്നു തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്കു സമ്മതമയാ എന്നു ചോദിച്ചു. അവൻ തിരിഞ്ഞു അവരെ ശാസിച്ചു, നിങ്ങൾ ഏതു ആത്മാവിനു അധീനർ എന്നു നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാനത്രേ വന്നതു എന്നു പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്കു പോയി. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ടു യേശു ഗലീല വിട്ടു. യോർദ്ദാനക്കരെ യഹൂദ്യദേശത്തിന്റെ അതിരയാളം ചെന്നു. വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവൻ അവിടെ വെച്ചു അവരെ സൗഖ്യമാക്കി. അവർ വഴിപയാകുമ്പയാൽ ഒരുത്തൻ അവനെയാടു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്നു പറഞ്ഞു. യേശു അവനെയാടു, കുറുനരികൾക്കു കുഴിയും ആകാശത്തിലെ പറവജാതിക്കു കൂടും ഉണ്ടു, മനുഷ്യപുത്രനെയാ തലചായ്പാൻ സ്ഥലമില്ല എന്നു പറഞ്ഞു. വേറൊരുത്തനെയാടു, എന്നെ അനുഗമിക്ക എന്നു പറഞ്ഞാറെ അവൻ, ഞാൻ മുമ്പേ പേയായി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരേണം എന്നു പറഞ്ഞു. അവൻ അവനെയാടു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയാ പേയായി ദൈവരാജ്യം അറിയിക്ക എന്നു പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം,
ആദ്യം എന്റെ വീട്ടിലുള്ളവരെയാട് യാത്ര പറവാൻ അനുവാദം തരേണം എന്ന് പറഞ്ഞു. യേശു അവനെയാടു കലപ്പയ്ക്കു കൈവച്ച ശേഷം പുറകെയാട്ടുന്നയാക്കുന്നവൻ ആരും ദൈവരാജ്യത്തിനു കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്കു മുമ്പായി ഈ രണ്ടായി അയച്ചു. അവരെയാടു പറഞ്ഞതു: കൊയ്ത്തു വളരെ ഉണ്ട്, സത്യം, വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനെയാടു തന്റെ കൊയ്ത്തിനു വേലക്കാരെ അയക്കേണ്ടതെന്നു അപേക്ഷിപ്പിൻ. പെയാകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പേയാലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുതു. വഴിയിൽ വെച്ചു ആരെയും വന്ദനം ചെയ്യുകയുമരുതു. ഏതു വീട്ടിൽ എങ്കിലും ചെന്നാൽ ഈ വീട്ടിനു സമാധാനം എന്നു ആദ്യം പറവിൻ. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്നു വരികില്ല, നിങ്ങളിലേക്ക് മടങ്ങിപ്പേയാരും. അവർ തരുന്നതു തിന്നും കുടിച്ചും കൊണ്ടു ആ വീട്ടിൽ തന്നെ പാർപ്പിൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് യാഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പേയാകരുതു. ഏതു പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതു ഭക്ഷിപ്പിൻ. അതിലെ രയാഗികളെ സൗഖ്യമാക്കി, ദൈവരാജ്യം നിങ്ങൾക്കു സമീപിച്ചു വന്നിരിക്കുന്നു എന്നു അവരെയാടു പറവിൻ. ഏതു പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ തെരുക്കളിൽ പേയായി. നിങ്ങളുടെ പട്ടണത്തിൽ നിന്നു ഞങ്ങളുടെ കാലിനു പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചുപയാകുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്നു അറിഞ്ഞുകൊള്ളുവിൻ എന്നു പറവിൻ. ആ പട്ടണത്തെക്കാൾ സ്വദേയാമ്യർക്കു ആ നാളിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളെയാടു പറയുന്നു. കെയാർസീനെ, നിനക്കു അയ്യാ കഷ്ടം. ബേത്സെയ്ദേ, നിനക്കു അയ്യാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സെയാരിലും സീദയാനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ടുതന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്നു മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സെയാരിന്നും സീദയാനും സഹിക്കാവതാകും. നീയാ കഫർനഹൂമേ, സ്വർഗത്തെയാളം ഉയർന്നിരിക്കുമയാ, നീ പാതാളത്തെയാളം താണുകയാകും. നിങ്ങളുടെ വാക്കു കേൾക്കുന്നവൻ എന്റെ വാക്കു കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ആ 70 പേർ സന്ധ്യാശത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്കു കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരെയാടു: സാത്താൻ മിന്നൽ പേയാലെ ആകാശത്തുനിന്നു വീഴുന്നതു ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്കു അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്കു ഒരിക്കലും ദയാശം വരുത്തുകയും ഇല്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്കു കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്ധ്യാശിപ്പിൻ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞതു: പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളയാവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ചു ശിശുക്കൾക്കു വെളിപ്പെടുത്തിയതുകൊണ്ടു ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്കു പ്രസാദം തേയാനിയല്ലോ. എന്റെ പിതാവു സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവൻ എന്നു പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവു ഇന്നവൻ എന്നു പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നതുമില്ല. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു: നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണു ഭാഗ്യമുള്ളതു. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്നു ഞാൻ നിങ്ങളെയാട് പറയുന്നു എന്നു പ്രത്യേകം പറഞ്ഞു. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റു: ഗുരുയ, ഞാൻ നിത്യജീവനു അവകാശി ആയിത്തീരുവാൻ എന്തു ചെയ്യണം എന്നു അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവൻ അവനെയാടു: ന്യായപ്രമാണത്തിൽ എന്തു എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്നു ചോദിച്ചതെന്നു അവൻ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തെയാടും പൂർണ്ണാത്മാവയാടും പൂർണ്ണശക്തിയാടും പൂർണ്ണമനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പേയാലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്നു ഉത്തരം പറഞ്ഞു. അവൻ അവനെയാടു: നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്നു പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ടു യേശുവിനെയാടു: എന്റെ കൂട്ടുകാരൻ ആർ എന്നു ചോദിച്ചതെന്നു യേശു ഉത്തരം പറഞ്ഞതു: ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നു യെരീഹ്യാവിലേക്കു പേയാകുമ്പയാൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടേച്ചു പേയായി. ആ വഴിയായി എതിർച്ചയാ ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ടു മാറിക്കടന്നു പേയായി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ടു മാറിക്കടന്നു പേയായി. ഒരു ശമര്യക്കാരനെ ആ വഴിപേയാകയിൽ അവന്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ടു മനസ്സലിഞ്ഞു അരികെ ചെന്നു. എണ്ണയും വീഞ്ഞും പകർന്നു അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയായി രക്ഷ ചെയ്തു. പിറ്റെന്നാൾ അവൻ പുറപ്പെടുമ്പയാൽ 2 വെള്ളിക്കാശ് എടുത്തു വഴിയമ്പലക്കാരനു കൊടുത്തു: ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങിവരുമ്പയാൽ തന്നുകൊള്ളാം എന്നു അവനെയാടു പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന്നു ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്നു നിനക്കു തേയാന്നു. അവനെയാടു കരുണ കാണിച്ചവൻ എന്നു അവൻ പറഞ്ഞു. യേശു അവനെയാടു: നീയും പേയായി അങ്ങനെ തന്നെ ചെയ്യുക എന്നു പറഞ്ഞു. പിന്നെ അവർ യാത്രപേയാകയിൽ അവൻ ഒരു ഗ്രാമത്തിൽ എത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്കു മറിയ എന്ന ഒരു സഹയാതിരി ഉണ്ടായിരുന്നു.
അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ടു അടുക്കെ വന്നു. കർത്താവേ, എന്റെ സഹയാത്രി ശുശ്രൂഷയ്ക്കു എന്നെ തനിച്ചുവിട്ടിരിക്കുന്നതിൽ നിനക്കു വിചാരമില്ലയാ? എന്നെ സഹായിപ്പാൻ അവളെയാടു കൽപ്പിച്ചാലും എന്നു പറഞ്ഞു. കർത്താവ് അവളെയാടു, മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതു ആരും അവളെയാടു അപഹരിക്കുകയുമില്ല. എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു. അവന്റെ സഹയാദരന്മാർ പെരുന്നാളിന്നു പേയായ ശേഷം അവനും പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പേയാലെ പേയായി. എന്നാൽ യഹൂദന്മാർ പെരുന്നാളിൽ അവൻ എവിടെ എന്നു ചോദിച്ചു അവനെ അന്വേഷിച്ചു. പുരുഷാരത്തിൽ അവനെക്കുറിച്ചു വളരെ കുശുകുശുപ്പു ഉണ്ടായി. അവൻ നല്ലവൻ എന്നു ചിലരും, അല്ല, അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നു എന്നു മറ്റു ചിലരും പറഞ്ഞു. എങ്കിലും യഹൂദന്മാരെ പേടിച്ചിട്ടു ആരും പ്രസിദ്ധമായി അവനെക്കുറിച്ചു സംസാരിച്ചില്ല. പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദൈവാലയത്തിൽ ചെന്നു ഉപദേശിച്ചു. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നതു എങ്ങനെ എന്നു യഹൂദന്മാർ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. യേശു അവരെയാട് ഉത്തരം പറഞ്ഞതു, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതയാ, ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതയാ എന്നു അറിയും. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാൻ ആകുന്നു, നീതികേടു അവനിൽ ഇല്ല. മേയാശെ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയാ? എങ്കിലും നിങ്ങളിൽ ആരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല. നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നതു എന്തു? അതിന്നു പുരുഷാരം, നിനക്ക് ഒരു ഭൂതം ഉണ്ടു, ആർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്നു ഉത്തരം പറഞ്ഞു. യേശു അവരെയാട് ഉത്തരം പറഞ്ഞതു, ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു, അതിങ്കൽ നിങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെടുന്നു. മേയാശെ നിങ്ങൾക്കു പരിച്ഛേദൻ നിയമിച്ചിരിക്കയാൽ അത് മേയാശയുടെ കാലത്തല്ല, പിതാക്കന്മാരുടെ കാലത്തത്രേ തുടങ്ങിയതു. നിങ്ങൾ ശബ്ബത്തിൽ മനുഷ്യനെ പരിച്ഛേദന കഴിക്കുന്നു. മേയാശയുടെ ന്യായപ്രമാണത്തിനു നീക്കം വരാതിരിപ്പാൻ ശബ്ബത്തിലും മനുഷ്യൻ പരിച്ഛേദന ഏൽക്കുന്നു. എങ്കിൽ ഞാൻ ശബ്ബത്തിൽ ഒരു മനുഷ്യനെ മുഴുവനും സൗഖ്യമാക്കിയതിനാൽ എന്നെയാട് ഈർഷ്യപ്പെടുന്നുവയാ? കാഴ്ചപ്രകാരം വിധിക്കരുതു, നീതിയുള്ള വിധി വിധിപ്പേ. യെരൂശലേമ്യരിൽ ചിലർ, അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവൻ അല്ലയാ? അവൻ ധൈര്യത്തെയാടെ സംസാരിക്കുന്നുവല്ലോ. അവർ അവനെയാട് ഒന്നും പറയുന്നില്ല, ഇവൻ ക്രിസ്തു ആകുന്നു എന്നു പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവയാ? എങ്കിലും ഇവൻ എവിടെ നിന്നു എന്നു നാം അറിയുന്നു, ക്രിസ്തു വരുമ്പയാഴയ അവൻ എവിടെ നിന്നു എന്നു ആരും അറിയയില്ല എന്നു പറഞ്ഞു. ആകയാൽ യേശു ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പയാൾ, നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു. ഞാൻ സ്വയമായിട്ടു വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാൻ ആകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. ഞാൻ അവന്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്നു വിളിച്ചു പറഞ്ഞു. ആകയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു, എങ്കിലും അവന്റെ നാഴിക വന്നിട്ടില്ലായ്കയാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല. പുരുഷാരത്തിൽ പലരും, ക്രിസ്തു വരുമ്പയാൽ ഇവൻ ചെയ്തിൽ അധികം അടയാളം ചെയ്യുമയാ എന്നു പറഞ്ഞു അവനിൽ വിശ്വസിച്ചു. പുരുഷാരം അവനെക്കുറിച്ചു ഇങ്ങനെ കുശുകുശുക്കുന്നു എന്നു പരീശന്മാർ കേട്ടാറെ അവനെ പിടിക്കേണ്ടതെന്നു മഹാപുരോഹിതന്മാരും പരീശന്മാരും ചേവകരെ അയച്ചു. യേശുവെയാ, ഞാൻ ഇനി കുറെ നേരം നിങ്ങളെയാടുകൂടെ ഇരിക്കുന്നു, പിന്നെ എന്നെ അയച്ചവന്റെ അടുക്കൽ പേയാകുന്നു. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലതാനും, ഞാൻ ഇരിക്കുന്നിടത്തു നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്നു പറഞ്ഞു. അതു കേട്ടിട്ടു യഹൂദന്മാർ, നാം കണ്ടെത്താതവണ്ണം ഇവൻ എവിടേക്കു പേയാകുവാൻ ഭാവിക്കുന്നു? യവനന്മാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ പേയായി യവനരെ ഉപദേശിപ്പാൻ ഭാവമയാ? നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നെ കണ്ടെത്തുകയില്ലതാനും, ഞാൻ ഇരിക്കുന്നിടത്തു നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്നു ഈ പറഞ്ഞ വാക്കു എന്തു എന്നു തമ്മിൽ പറഞ്ഞു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ടു, ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നു തിരുവെഴുത്തു പറയുന്നതു പേയാലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്നു വിളിച്ചു പറഞ്ഞു. അവൻ ഇതു തന്നിൽ വിശ്വസിക്കുന്നവർക്കു ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ചു ആകുന്നു പറഞ്ഞതു. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായ്കയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പുരുഷാരത്തിൽ പലരും ആ വാക്കു കേട്ടിട്ടു, ഇവൻ സാക്ഷാൽ ആ പ്രവാചകൻ ആകുന്നു എന്നു പറഞ്ഞു. വേറെ ചിലർ, ഇവൻ ക്രിസ്തു തന്നെ എന്നും മറ്റു ചിലർ, ഗലീലയിൽ നിന്നെയാ ക്രിസ്തു വരുന്നതും. ദാവീദിന്റെ സന്തതിയിൽ നിന്നും, ദാവീദ് പാർത്ത ഗ്രാമമായ ബേത്ലേഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്നു തിരുവെഴുത്തു പറയുന്നില്ലയാ എന്നും പറഞ്ഞു. അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നത ഉണ്ടായി. അവരിൽ ചിലർ അവനെ പിടിപ്പാൻ ഭാവിച്ചു, എങ്കിലും ആരും അവന്റെ മേൽ കൈവച്ചില്ല. ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരെയാടു, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞതു എന്തു എന്നു ചോദിച്ചതെന്ന്. ഈ മനുഷ്യൻ സംസാരിക്കുന്നതു പേയാലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്നു ചേവകർ ഉത്തരം പറഞ്ഞു. പരീശന്മാർ അവരെയാടു, നിങ്ങളും തെറ്റിപ്പയായ? പ്രമാണികളിൽ ആകട്ടെ പരീശന്മാരിൽ ആകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടയാ?
ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമേ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവരിൽ ഒരുത്തനായി മുമ്പേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദേമോസ് അവരെയാടും. ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ടു, അവൻ ചെയ്യുന്നതു ഇന്നതു എന്നു അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവയാ എന്ന് പറഞ്ഞു. അവർ അവനെയാടു, നീയും ഗലീലക്കാരനെയാ? പരിശയാധിച്ചുനെയാക്കുക, ഗലീലയിൽ നിന്നു പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്നു ഉത്തരം പറഞ്ഞു. അങ്ങനെ ഓരോരുത്തൻ താന്താന്റെ വീട്ടിൽ പേയായി. ശുവയ ഒലീവ് മലയിലേക്കു പേയായി. അതികാലത്തു അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനം ഒക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്നു അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്നു നടുവിൽ നിർത്തി അവനെയാടും. ഗുരയ, ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മേശ ന്യായപ്രമാണത്തിൽ ഞങ്ങളെയാട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ചു എന്തു പറയുന്നു എന്ന് ചേദിച്ചു. ഇതു അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതെന്നു അവനെ പരീക്ഷിച്ചു ചേദിച്ചതായിരുന്നു. യേശുവയാ കുനിഞ്ഞു വിരൽ കൊണ്ടു നിലത്തു എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനെയാട് ചേദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവിർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമതു കല്ലു എറിയട്ടെ എന്നു അവരെയാട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞു വിരൽ കൊണ്ടു നിലത്തു എഴുതിക്കൊണ്ടിരുന്നു. അവർ അതു കേട്ടിട്ടു മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപേയായി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവിർന്നു അവളെയാടു, സ്ത്രീയെ, അവർ എവിടെ? നിനക്കു ആരും ശിക്ഷ വിധിച്ചില്ലയാ എന്നു ചേദിച്ചതെന്നു. ഇല്ല കർത്താവേ എന്നു അവൾ പറഞ്ഞു. ഞാനും നിനക്കു ശിക്ഷ വിധിക്കുന്നില്ല, പേയാക്, ഇനി പാപം ചെയ്യരുതു എന്ന് യേശു പറഞ്ഞു. യേശു പിന്നെയും അവരെയാടു സംസാരിച്ചു, ഞാൻ ലേഖത്തിന്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. പരീശന്മാർ അവനെയാടു, നീ നിന്നെക്കുറിച്ചു തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യേശു അവരെയാട് ഉത്തരം പറഞ്ഞതു, ഞാൻ എന്നെക്കുറിച്ചു തന്നെ സാക്ഷ്യം പറഞ്ഞാലും എന്റെ സാക്ഷ്യം സത്യം ആകുന്നു. ഞാൻ എവിടെ നിന്നു വന്നു എന്നും എവിടേക്കു പേയാകുന്നു എന്നും ഞാൻ അറിയുന്നു. നിങ്ങളെയാ ഞാൻ എവിടെ നിന്നു വന്നു എന്നും എവിടേക്കു പേയാകുന്നു എന്നും അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ എന്റെ വിധി സത്യമാകുന്നു. രണ്ടു മനുഷ്യരുടെ സാക്ഷ്യം സത്യം എന്നു നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ എന്നെക്കുറിച്ചു തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ചു സാക്ഷ്യം പറയുന്നു. അവർ അവനെയാടു, നിന്റെ പിതാവ് എവിടെ എന്ന് ചേദിച്ചതെന്നു യേശു, നിങ്ങൾ എന്നെ ആകട്ടെ എന്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞു എങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്നു ഉത്തരം പറഞ്ഞു. അവൻ ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ഭണ്ഡാരസ്ഥലത്തു വെച്ചു ഈ വചനം പറഞ്ഞു. അവന്റെ നാഴിക അതുവരെയും വന്നിട്ടില്ലായ്കൊണ്ടു ആരും അവനെ പിടിച്ചില്ല. അവൻ പിന്നെയും അവരെയാടു, ഞാൻ പേയാകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും. നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പേയാകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പേയാകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്നു അവൻ പറഞ്ഞതുകൊണ്ട് പക്ഷേ തന്നെത്താൻ കൊല്ലുമയാ എന്നു യഹൂദന്മാർ പറഞ്ഞു. അവൻ അവരെയാടു, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലേഖത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലേഖത്തിൽ നിന്നുള്ളവനല്ല. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്നു ഞാൻ നിങ്ങളെയാട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്നു വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. അവർ അവനെയാടു, നീ ആർ ആകുന്നു എന്ന് ചേദിച്ചതെന്നു യേശു, ആദ്യമുതൽ ഞാൻ നിങ്ങളെയാട് സംസാരിച്ചു പേയാറുന്നത് തന്നെ. നിങ്ങളെക്കുറിച്ചു വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്ക് ഉണ്ടു. എങ്കിലും എന്നെ അയച്ചവൻ സത്യവാൻ ആകുന്നു. അവനെയാട് കേട്ടതു തന്നെ ഞാൻ ലേഖത്തെയാട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. പിതാവിനെക്കുറിച്ചു ആകുന്നു അവൻ തങ്ങളെയാട് പറഞ്ഞതു എന്നു അവർ ഗ്രഹിച്ചില്ല. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതു പേയാലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. എന്നെ അയച്ചവൻ എന്നെയാടുകൂടെ ഉണ്ടു. ഞാൻ എല്ലായ്പ്പോഴും അവന്നു പ്രസാദമുള്ളതു ചെയ്യുന്നതുകൊണ്ടു അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരെയാട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ അവനെയാടു, ഞങ്ങൾ അബ്രാഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്നു നീ പറയുന്നതു എങ്ങനെ എന്നു ഉത്തരം പറഞ്ഞു. അതിനു യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളെയാട് പറയുന്നു, പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിന്റെ ദാസൻ ആകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനെയാ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്കു സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. നിങ്ങൾ അബ്രാഹാമിന്റെ സന്തതി എന്നു ഞാൻ അറിയുന്നു. എങ്കിലും എന്റെ വചനത്തിനു നിങ്ങളിൽ ഇടം ഇല്ലായ്കൊണ്ടു നിങ്ങൾ എന്നെ കൊല്ലുവാൻ നേയാക്കുന്നു. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളതു ഞാൻ സംസാരിക്കുന്നു.
നിങ്ങളുടെ പിതാവിനെയാട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്നു ഉത്തരം പറഞ്ഞു. അവർ അവനെയാടു, അബ്രാഹാം ആകുന്നു ഞങ്ങളുടെ പിതാവു എന്നു ഉത്തരം പറഞ്ഞതെന്നു യേശു അവരെയാടു, നിങ്ങൾ അബ്രാഹാമിന്റെ മക്കൾ എങ്കിൽ അബ്രാഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തെയാട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളെയാട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ ന്യാക്കുന്നു. അങ്ങനെ അബ്രാഹാം ചെയ്തില്ലല്ലോ. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്നു പറഞ്ഞു. അവർ അവനെയാടു, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, ദൈവം തന്നെ എന്നു പറഞ്ഞു. യേശു അവരെയാടു പറഞ്ഞതു, ദൈവം നിങ്ങളുടെ പിതാവു എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തതു എന്തു? എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ്കൊണ്ടത്രേ. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മേഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദിമുതൽ കുലപാതകൻ ആയിരുന്നു, അവനിൽ സത്യം ഇല്ലായ്കൊണ്ടു സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭയാഷ്കു പറയുമ്പയാൽ സ്വന്തത്തിൽ നിന്നു എടുത്തു പറയുന്നു, അവൻ ഭയാഷ്കു പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു. ഞാനേ ആ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ചു ഭയാദം വരുത്തുന്നു? ഞാൻ സത്യം പറയുന്നു എങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തതു എന്തു? ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതിയല്ലായ്കൊണ്ടു കേൾക്കുന്നില്ല. യഹൂദന്മാർ അവനെയാടു, നീ ഒരു ശമര്യൻ, നിനക്കു ഭൂതം ഉണ്ടു എന്നു ഞങ്ങൾ പറയുന്നതു ശരിയല്ലയാ എന്നു പറഞ്ഞു. അതിനു യേശു, എനിക്കു ഭൂതമില്ല, ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്ക അത്രേ ചെയ്യുന്നതു, നിങ്ങളെയാ എന്നെ അപമാനിക്കുന്നു. ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവൻ ഉണ്ടു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളെയാടു പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്നു ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനെയാടു, നിനക്കു ഭൂതം ഉണ്ടു എന്നു ഇപ്പയാൾ ഞങ്ങൾക്ക് മനസ്സിലായി. അബ്രാഹാമും പ്രവാചകന്മാരും മരിച്ചു, നീയാ എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കയില്ല എന്നു പറയുന്നു. ഞങ്ങളുടെ പിതാവായ അബ്രാഹാമിനേക്കാൾ നീ വലിയവനെയാ. അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആർ ആക്കുന്നു എന്നു ഛേദിച്ചതെന്നു യേശു. ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല, എന്നെ മഹത്വപ്പെടുത്തുന്നതു എന്റെ പിതാവ് ആകുന്നു, അവനെ നിങ്ങളുടെ ദൈവം എന്നു നിങ്ങൾ പറയുന്നു. എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല, ഞാനേ അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്നു ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പയാലെ ഭയാഷ്കു പറയുന്നവൻ ആകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പിതാവായ അബ്രാഹാം എന്റെ ദിവസം കാണും എന്നുള്ളതുകൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചുമിരിക്കുന്നു എന്നു ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനെയാടു, നിനക്കു 50 വയസ്സു ആയിട്ടില്ല, നീ അബ്രാഹാമിനെ കണ്ടിട്ടുണ്ടയാ എന്നു ഛേദിച്ചു. യേശു അവരെയാടു, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളെയാടു പറയുന്നു, അബ്രാഹാം ജനിച്ചതിനു മുമ്പേ ഞാൻ ഉണ്ടൂല എന്നു പറഞ്ഞു. അപ്പയാൽ അവർ അവനെ എറിവാൻ കല്ലു എടുത്തു. യേശുവെയാ മറിഞ്ഞു ദൈവാലയം വിട്ടുപയായി. അവൻ കടന്നുപയാകുമ്പയാൽ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനെയാടു, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു? ഇവനെയാ ഇവന്റെ അമ്മയപ്പന്മാരെയാ എന്നു ഛേദിച്ചു. അതിന്നു യേശു, അവൻ എങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാക്കേണ്ടതെന്നത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളയിടത്തെയാളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലയാഗത്തിൽ ഇരിക്കുമ്പയാൽ ലയാഗത്തിന്റെ വെളിച്ചം ആകുന്നു എന്നു ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടു അവൻ നിലത്തു തുപ്പി തുപ്പൽ കൊണ്ടു ചേറുണ്ടാക്കി ചേറു അവന്റെ കണ്ണിന്മേൽ പൂശി. നീ ചെന്നു ശിലയഹാം കുളത്തിൽ കഴുകുക എന്നു അവനെയാടു പറഞ്ഞു. ശിലയഹാം എന്നതിനു അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പേയായി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങിവന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവരും, ഇവനല്ലയാ അവിടെ ഇരുന്നു ഭിക്ഷയാചിച്ചവൻ എന്നു പറഞ്ഞു. അവൻ തന്നെയെന്നു ചിലരും, അല്ല, അവനെപ്പയാലെയുള്ളവൻ എന്നു മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്നു അവൻ പറഞ്ഞു. അവർ അവനെയാടു, നിന്റെ കണ്ണു തുറന്നതു എങ്ങനെ എന്നു ഛേദിച്ചതെന്നു അവൻ. യേശു എന്നു പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി ശിലയാഹാം കുളത്തിൽ ചെന്നു കഴുകുക എന്നു എന്നെയാടു പറഞ്ഞു. ഞാൻ പേയായി കഴുകി കാഴ്ച പ്രാപിച്ചു എന്നു ഉത്തരം പറഞ്ഞു. അവൻ എവിടെ എന്നു അവർ അവനെയാടു ഛേദിച്ചതെന്നു ഞാൻ അറിയുന്നില്ല എന്നു അവൻ പറഞ്ഞു. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണു തുറന്നതു ശബ്ബത്ത് നാളിൽ ആയിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചതു എങ്ങനെ എന്നു പരീശന്മാരും അവനെയാടു ഛേദിച്ചു. അവൻ അവരെയാടു, അവൻ എന്റെ കണ്ണിന്മേൽ ചേറു തേച്ചു ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. പരീശന്മാരിൽ ചിലർ, ഈ മനുഷ്യൻ ശബ്ബത്ത് പ്രമാണിക്കായ്കൊണ്ടു ദൈവത്തിന്റെ അടുക്കൽ നിന്നു വന്നവനല്ല എന്നു പറഞ്ഞു. മറ്റു ചിലർ, പാപിയായൊരു മനുഷ്യനു ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്നു പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായി. അവർ പിന്നെയും കുരുടനെയാടു, നിന്റെ കണ്ണു തുറന്നതുകൊണ്ടു നീ അവനെക്കുറിച്ചു എന്തു പറയുന്നു എന്നു ഛേദിച്ചതെന്നു. അവൻ ഒരു പ്രവാചകൻ എന്നു അവൻ പറഞ്ഞു.
കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ചു ചേദിക്കുകയാളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയാ. എന്നാൽ അവന്നു ഇപ്പയാൾ കണ്ണു കാണുന്നതു എങ്ങനെ എന്നു അവർ അവരെയാട് ചേദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകൻ എന്നും കുരുടനായി ജനിച്ചവൻ എന്നും ഞങ്ങൾ അറിയുന്നു. എന്നാൽ കണ്ണു കാണുന്നതു എങ്ങനെ എന്നു അറിയുന്നില്ല, അവന്റെ കണ്ണു ആർ തുറന്നു എന്നും അറിയുന്നില്ല. അവനെയാട് ചേദിപ്പിൻ, അവന്നു പ്രായം ഉണ്ടല്ലോ, അവൻ തന്നെ പറയും എന്നു ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞതു. അവനെ ക്രിസ്തു എന്നു ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകേണം എന്നു യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ, അവന്നു പ്രായം ഉണ്ടല്ലോ, അവനെയാട് ചേദിപ്പിൻ എന്നു പറഞ്ഞതു. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു. ദൈവത്തിനു മഹത്വം കൊടുക്ക, ആ മനുഷ്യൻ പാപി എന്നു ഞങ്ങൾ അറിയുന്നു എന്നു പറഞ്ഞു. അതിന്നു അവൻ പാപിയാ അല്ലയാ എന്നു ഞാൻ അറിയുന്നില്ല, ഒന്നു അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പയാൾ കണ്ണു കാണുന്നു എന്നു ഉത്തരം പറഞ്ഞു. അവർ അവനെയാടു, അവൻ നിനക്കു എന്തു ചെയ്തു? നിന്റെ കണ്ണു എങ്ങനെ തുറന്നു എന്നു ചേദിച്ചു. അതിന്നു അവൻ, ഞാൻ നിങ്ങളെയാട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നതു എന്തു? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാർ ആകുവാൻ മനസ്സുണ്ടയാ എന്നു ഉത്തരം പറഞ്ഞു. അപ്പയാൽ അവർ അവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മേശയുടെ ശിഷ്യന്മാർ. മേശയാട് ദൈവം സംസാരിച്ചു എന്നു ഞങ്ങൾ അറിയുന്നു, ഇവനെയാ ഇവിടെ നിന്നു എന്നു അറിയുന്നില്ല എന്നു പറഞ്ഞു. ആ മനുഷ്യൻ അവരെയാടു, എന്റെ കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്നു എന്നു നിങ്ങൾ അറിയാത്തതു ആശ്ചര്യം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണു ആരെങ്കിലും തുറന്ന പ്രകാരം യാഗം ഉണ്ടായതു മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്നു വന്നവൻ അല്ലെങ്കിൽ അവന്നു ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നു ഉത്തരം പറഞ്ഞു. അവർ അവനെയാടു, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവയാ എന്നു പറഞ്ഞു അവനെ പുറത്താക്കിക്കളഞ്ഞു. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പയാൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവയാ എന്നു ചേദിച്ചു. അതിന്നു അവൻ, യജമാനനെ, അവൻ ആർ ആകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനെയാടു, നീ അവനെ കണ്ടിട്ടുണ്ടോ? നിന്നെയാടു സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. കാണാത്തവർ കാൺമാനും കാണുന്നവർ കുരുടർ ആവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. അവനെയാടുകൂടെയുള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ടു ഞങ്ങളും കുരുടരാ എന്നു ചേദിച്ചു. യേശു അവരെയാടു, നിങ്ങൾ കുരുടർ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപം ഇല്ലായിരുന്നു, എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. മേൻ, ആമേൻ, ഞാൻ നിങ്ങളെയാടു പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു. വാതിലൂടെ കടക്കുന്നവനെയാ ആടുകളുടെ ഇടയനാകുന്നു. അവന്നു വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോയാകുന്നു. തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്കു മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞു അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായ്കൊണ്ടു അവ അന്യനെ അനുഗമിക്കാതെ വിട്ടു ഓടിപ്പോയാകും. ഈ സാദൃശ്യം യേശു അവരെയാടു പറഞ്ഞു. എന്നാൽ തങ്ങളെയാടു പറഞ്ഞതു ഇന്നതു എന്നു അവർ ഗ്രഹിച്ചില്ല. യേശു പിന്നെയും അവരെയാടു പറഞ്ഞതു, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളെയാടു പറയുന്നു, ആടുകളുടെ വാതിൽ ഞാൻ ആകുന്നു. എനിക്ക് മുമ്പേ വന്നവർ ഒക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളെയാ അവരുടെ വാക്കു കേട്ടില്ല. ഞാൻ വാതിൽ ആകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തുപോയാകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മേയാഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്കു ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടു ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയൻ ആകുന്നു. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നതു കണ്ടു ആടുകളെ വിട്ടു ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്നിച്ചുകളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ചു വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ, പിതാവു എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്കു വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ടു. അവയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻ കൂട്ടവും ഒരിടയനും ആകും. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതെന്നു ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ടു പിതാവു എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നെയാടു എടുത്തുകളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്കു അധികാരം ഉണ്ടു, വീണ്ടും പ്രാപിപ്പാനും അധികാരം ഉണ്ടു. ഈ കൽപ്പന എന്റെ പിതാവിങ്കൽ നിന്നു എനിക്കു ലഭിച്ചിരിക്കുന്നു. ഈ വചനം നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നത ഉണ്ടായി.
അവരിൽ പലരും, അവന്നു ഭൂതമുണ്ടു, അവൻ ഭ്രാന്തൻ ആകുന്നു, അവന്റെ വാക്കു കേൾക്കുന്നതു എന്തിന്നു എന്നു പറഞ്ഞു. മറ്റു ചിലർ, ഇതു ഭൂതഗ്രസ്തന്റെ വാക്കല്ല, ഭൂതത്തിന്നു കുരുടന്മാരുടെ കണ്ണു തുറപ്പാൻ കഴിയുമയാ എന്നു പറഞ്ഞു. അവൻ ഒരു സ്ഥലത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്നശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനെയാടു, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോയാലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്നു പറഞ്ഞു. അവൻ അവരെയാടു പറഞ്ഞതു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പയാൽ ചൊല്ലേണ്ടിയതു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെപ്പയാലെ ഭൂമിയിലും ആകേണമേ. ഞങ്ങൾക്കു ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരേണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളെയാടു ക്ഷമിക്കണമേ, ഞങ്ങൾക്കു കടംപെട്ടിരിക്കുന്ന ഏവനെയാടും ഞങ്ങളും ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്കൽ നിന്നു ഞങ്ങളെ വിടുവിക്കണമേ. പിന്നെ അവൻ അവരെയാടു പറഞ്ഞതു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടു എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്കു അവന്റെ അടുക്കൽ ചെന്നു, സ്നേഹിതാ, എനിക്കു 3 അപ്പം വായ്പ തരേണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവന്നു വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതും ഇല്ല എന്നു അവനെയാടു പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുതു, കതകു അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നെയാടു കൂടെ കിടക്കുന്നു, എഴുന്നേറ്റു തരുവാൻ എനിക്കു കഴിയുകയില്ല എന്നു അകത്തുനിന്നു ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതാനാകൊണ്ടു എഴുന്നേറ്റു അവന്നു കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക് നിമിത്തം എഴുന്നേറ്റു അവന്നു വേണ്ടുന്നിടത്തയാളം കൊടുക്കും എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്കു കിട്ടും, അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്കു തുറക്കും. യാചിക്കുന്നുവെന്നോ ഏവൊന്നും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നുവെന്നോ തുറക്കും എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനെയാടു മകൻ അപ്പം ചെയ്യാതിച്ചാൽ അവന്നു കല്ലു കൊടുക്കുമയാ? അല്ല, മീൻ ചെയ്യാതിച്ചാൽ മീനിനു പകരം പാമ്പിനെ കൊടുക്കുമയാ? മുട്ട ചെയ്യാതിച്ചാൽ തേളിനെ കൊടുക്കുമയാ? അങ്ങനെ ദയാശികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കു നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെയാടു യാചിക്കുന്നവർക്കു പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഒരിക്കൽ അവൻ ഉമ്മയായൊരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഉമ്മൻ സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. അവരിൽ ചിലരെയാ, ഭൂതങ്ങളുടെ തലവനായ ബെയെത്സെബൂലെ കൊണ്ടാകുന്നു അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതു എന്നു പറഞ്ഞു. വേറെ ചിലർ അവനെ പരീക്ഷിച്ചു ആകാശത്തുനിന്നു ഒരടയാളം അവനെയാടു ചെയ്യാതിച്ചു. അവൻ അവരുടെ വിചാരം അറിഞ്ഞു അവരെയാടു പറഞ്ഞതു, തന്നിൽ തന്നെ ചിത്രിച്ച രാജ്യം എല്ലാം പാഴായി പോകും, വീടു ഓരയാന്നും വീഴും. സാത്താനും തന്നെയാടു തന്നെ ചിത്രിച്ചു എങ്കിൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ബെയെത്സെബൂലെ കൊണ്ടു ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ഞാൻ ബെയെത്സെബൂലെ കൊണ്ടു ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ടു പുറത്താക്കുന്നു? അതുകൊണ്ടു അവർ നിങ്ങൾക്കു ന്യായാധിപതികൾ ആകും. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ടു ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ബലവാൻ ആയുധം ധരിച്ചു തന്റെ അരമന കാക്കുമ്പയാൽ അവന്റെ വസ്തുവക ഉറപ്പയാടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്നു അവനെ ജയിച്ചു എങ്കിലെയാ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചുപറിച്ചു അവന്റെ കൊള്ളപ്പകുതി ചെയ്യുന്നു. എനിക്കു അനുകൂലമല്ലാത്തവൻ എനിക്കു പ്രതികൂലം ആകുന്നു, എന്നെയാടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപയായിട്ടു നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പു തിരഞ്ഞു നടക്കുന്നു. കാണാഞ്ഞിട്ടു ഞാൻ വിട്ടുപയാന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് പറഞ്ഞു ചെന്നു. അതു അടിച്ചുവാരിയും അലങ്കരിച്ചും കാണുന്നു. അപ്പയാൽ അവൻ പേയായി തന്നിലും ദുഷ്ടത ഏറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവയും അതിൽ കടന്നു പാർത്തിട്ടു ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിനേക്കാൾ വല്ലാതെയായി ഭവിക്കും. ഇതു പറയുമ്പയാൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനെയാടു, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്നു പറഞ്ഞു. അതിന്നു അവൻ, അല്ല, ദൈവത്തിന്റെ വചനം കേട്ടു പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്നു പറഞ്ഞു. പുരുഷാരം തിങ്ങിക്കൂടിയപ്പയാൽ അവൻ പറഞ്ഞു തുടങ്ങിയതു, ഈ തലമുറ ദയാശമുള്ള തലമുറയാകുന്നു, അതു അടയാളം അന്വേഷിക്കുന്നു. യാനയുടെ അടയാളമല്ലാതെ അതിന്നു ഒരു അടയാളവും കൊടുക്കയില്ല. യാന നീനവേക്കാർക്കു അടയാളം ആയതുപയാലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കുമാകും. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളെയാടു ഒന്നിച്ചു ഉയർത്തെഴുന്നേറ്റു അവരെ കുറ്റം വിധിക്കും. അവൾ ശലയാമയാന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്നു വന്നുവല്ലോ. ഇവിടെ ഇതാ ശലയാമയാനിലും വലിയവൻ. നീനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയാടു ഒന്നിച്ചു എഴുന്നേറ്റു അതിനെ കുറ്റം വിധിക്കും. അവർ യാനയുടെ പ്രസംഗം കേട്ടു മാനസാന്തരപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യാനയിലും വലിയവൻ. വിളക്കു കൊളുത്തിയിട്ടു ആരും നിലവറയിലെയാ പറയും കീഴിലെയാ വെക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതെന്നു തണ്ടിന്മേൽ അത്രേ വെക്കുന്നതു. ശരീരത്തിന്റെ വിളക്കു കണ്ണാകുന്നു. കണ്ണു ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദയാശമുള്ളതാകിലെയാ ശരീരവും ഇരുട്ടുള്ളതു തന്നെ. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നയാക്കുക. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്കു തിളക്കം കൊണ്ടു നിന്നെ പ്രകാശിപ്പിക്കുമ്പയാലെ അശേഷം പ്രകാശിതമായിരിക്കും.
അവൻ സംസാരിക്കുമ്പോയാൾ തന്നെ ഒരു പരീശൻ തന്നെയാടുകൂടെ മുത്താഴം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവനും അകത്തു കടന്നു ഭക്ഷണത്തിനിരുന്നു. മുത്താഴത്തിനു മുമ്പേ കുടിച്ചില്ല എന്നു കണ്ടിട്ടു പരീശൻ ആശ്ചര്യപ്പെട്ടു. കർത്താവ് അവനെയാടു, പരീശന്മാരായ നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലെ ആ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. മൂഢന്മാരെ, പുറം ഉണ്ടാക്കിയവൻ അല്ലയാ അകവും ഉണ്ടാക്കിയതു. അകത്തുള്ളതു ഭിക്ഷയായി കൊടുപ്പിൻ, എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധം ആകും എന്നു പറഞ്ഞു. പരീശന്മാരായ നിങ്ങൾക്കു അയ്യാ കഷ്ടം, നിങ്ങൾ തുളസിയിലും അരൂതയിലും എല്ലാ ചീരയിലും പതാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയുകയും ചെയ്യുന്നു. ഇതു ചെയ്യുകയും അത് ത്യജിക്കാതിരിക്കുകയും വേണം. പരീശന്മാരായ നിങ്ങൾക്കു അയ്യാ കഷ്ടം, നിങ്ങൾക്കു പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും പ്രിയമാകുന്നു. നിങ്ങൾക്കു അയ്യാ കഷ്ടം, നിങ്ങൾ കാണുവാൻ കഴിയാത്ത കല്ലറകളെപ്പയാലെ ആകുന്നു, അവയുടെ മീതെ നടക്കുന്ന മനുഷ്യർ അറിയുന്നില്ല. ന്യായശാസ്ത്രിമാരിൽ ഒരുത്തൻ അവനെയാടു, ഗുരയ, ഇങ്ങനെ പറയുന്നതിനാൽ നീ ഞങ്ങളെയും അപമാനിക്കുന്നു എന്നു പറഞ്ഞു. അതിന്നു അവൻ പറഞ്ഞതു, ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്കും അയ്യാ കഷ്ടം, എടുപ്പാൻ പ്രയാസമുള്ള ചുമടുകളെ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചുമപ്പിക്കുന്നു. നിങ്ങൾ ഒരു വിരൽ കൊണ്ടുപോയാലും ആ ചുമടുകളെ തൊടുന്നില്ല. നിങ്ങൾക്കു അയ്യാ കഷ്ടം, നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിയുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ അവരെ കൊന്നു. അതിനാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്കു നിങ്ങൾ സാക്ഷികളായിരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നു. അവർ അവരെ കൊന്നു, നിങ്ങൾ അവരുടെ കല്ലറകളെ പണിയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനവും പറയുന്നതു, ഞാൻ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അവരുടെ അടുക്കൽ അയക്കുന്നു, അവരിൽ ചിലരെ അവർ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യും. ഹാബേലിന്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ചു പട്ടുബയായ സെഖര്യാവിന്റെ രക്തം വരെ, ലേയാഗസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയാടു ചെയ്യാതിപ്പാൻ ഇടവരേണ്ടതെന്നു തന്നെ. അതെ, ഈ തലമുറയാടു അത് ചെയ്യാതിക്കും എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്കു അയ്യാ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കയാൽ എടുത്തുകളഞ്ഞു, നിങ്ങൾ തന്നെ കടന്നില്ല, കടക്കുന്നവരെ തടുത്തും കളഞ്ഞു. അവൻ അവിടം വിട്ടുപയാകുമ്പയാൽ ശാസ്ത്രിമാരും പരീശന്മാരും അവനെ അത്യന്തം വിഷമിപ്പിപ്പാനും അവന്റെ വായിൽ നിന്നു വല്ലതും പിടിക്കാമയാ എന്നു വെച്ചു അവനായി പതിയിരുന്നുകൊണ്ട് പലതിനെയും കുറിച്ചു കൊടുക്കു ചെയ്യാതിപ്പാനും തുടങ്ങി. അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം 1000 തിങ്ങിക്കൂടിയപ്പയാൽ അവൻ ആദ്യം ശിഷ്യന്മാരെയാടു പറഞ്ഞു തുടങ്ങിയതു, പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവിൻ. മൂടിവെച്ചതു ഒന്നും വെളിച്ചത്തു വരാതെയും ഗൂഢമായതു ഒന്നും അറിയാതെയും ഇരിക്കയില്ല. ആകയാൽ നിങ്ങൾ ഇരുട്ടത്തു പറഞ്ഞതു എല്ലാം വെളിച്ചത്തു കേൾക്കും, അറകളിൽ വെച്ചു ചെവിയിൽ മന്ത്രിച്ചതു പുറമുകളിൽ ഖ്യാശിക്കും. എന്നാൽ എന്റെ സ്നേഹിതന്മാരായ നിങ്ങളെയാടു ഞാൻ പറയുന്നതു, ദേഹത്തെ കൊന്നിട്ടു പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടേണം എന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ടു നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ, അതേ, അവനെ ഭയപ്പെടുവിൻ എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. 2 കാശിനു 5 കുരികിലിനെ വിൽക്കുന്നില്ലയാ? അവയിൽ ഒന്നിനെപ്പയാലും ദൈവം മറന്നുപയാകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടിപയാലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും. മനുഷ്യപുത്രന്റെ നേരെ ഒരു വാക്കു പറയുന്ന ഏവനെയാടും ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനെ അടയാ ക്ഷമിക്കയില്ല എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കേയായ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോയാകുമ്പയാൽ എങ്ങനെയാ എന്തെയാ പ്രതിവാദിക്കേണ്ടു, എന്തു പറയേണ്ടു എന്നു വിചാരിപ്പെടേണ്ട. പറയേണ്ടതു പരിശുദ്ധാത്മാവു ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. പുരുഷാരത്തിൽ ഒരുത്തൻ അവനെയാടു, കുരയ, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹയാതരനെയാടു കൽപ്പിച്ചാലും എന്നു പറഞ്ഞു. അവനെയാടു അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവയാ പങ്കിടുന്നവനെയാ ആക്കിയതു ആർ എന്നു ചെയ്യാതിച്ചു. പിന്നെ അവരെയാടു, സകലദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന്നു സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന്നു ആധാരമായിരിക്കുന്നതു എന്നു പറഞ്ഞു. ഒരുപമയും അവരെയാടു പറഞ്ഞതു, ധനവാനായൊരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പയാൽ അവൻ, ഞാൻ എന്തു ചെയ്യണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പേരാ എന്നു ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞതു, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ചു അധികം വലിയവ പണിതു എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ടു എന്നെയാടു തന്നെ, നിനക്കു ഏറിയ ആണ്ടുകൾക്കു മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്നു പറയും. ദൈവമേ അവനെയാടു, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നെയാടു ചെയ്യാതിക്കും. പിന്നെ നീ ഒരുക്കിവെച്ചതു ആർക്കാകും എന്നു പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ ആകുന്നു. അവൻ തന്റെ ശിഷ്യന്മാരെയാടു പറഞ്ഞതു,
ആകയാൽ എന്തു തിന്നും എന്നു ജീവനായിക്കൊണ്ടും എന്തു ഉടുക്കും എന്നു ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുതു എന്നു ഞാൻ നിങ്ങളെയാട് പറയുന്നു. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കാക്കയെ ന്യാക്കുവിൻ, അതു വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന്നു പാണ്ടികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷമുള്ളവർ! പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കു കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതെന്നുപയാലും നിങ്ങൾ പേയാരാത്തവർ എങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ചു വിചാരപ്പെടുന്നതു എന്തു? താമര എങ്ങനെ വളരുന്നു എന്നു വിചാരിപ്പിൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല, എന്നാൽ ശലയാമയാൻ പേയാലും തന്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനെയാളം ചമഞ്ഞിരുന്നില്ല എന്നു ഞാൻ നിങ്ങളെയാട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നു എങ്കിൽ അല്പവിശ്വസികളെ, നിങ്ങളെ എത്ര അധികം! എന്തു തിന്നും എന്തു കുടിക്കും എന്നു നിങ്ങൾ ചിന്തിച്ചു ചഞ്ചലപ്പെടരുതു. ഈ വക ഒക്കെയും ലേയാകജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവയ ഇവ നിങ്ങൾക്കു ആവശ്യം എന്നു അറിയുന്നു. അവന്റെ രാജ്യം അന്വേഷിപ്പിൻ, അതേയാടുകൂടെ നിങ്ങൾക്കു ഇതും കിട്ടും. ചെറിയ ആട്ടിൻ കൂട്ടമേ, ഭയപ്പെടരുതു, നിങ്ങളുടെ പിതാവു രാജ്യം നിങ്ങൾക്കു നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളതു വിറ്റു ഭിക്ഷ കൊടുപ്പിൻ. കള്ളൻ അടുക്കയാ പുഴുക്കെടുക്കയാ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പയാകാത്ത മടിശീലകളും തീർന്നുപയാകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവിൻ. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്തു നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. നിങ്ങളുടെ അരക്കെട്ടിയും വിളക്കു കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിനു പേയായി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതെന്നു അവൻ എപ്പയാൽ മടങ്ങിവരും വന്നു കാത്തുനിൽക്കുന്ന ആളുകളെയാട് നിങ്ങൾ തുല്യരായിരിപ്പിൻ. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരക്കെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്നു അവർക്കു ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്നു ഞാൻ സത്യമായി നിങ്ങളെയാട് പറയുന്നു. അവൻ രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാമതിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന് നാഴികയ്ക്കു വരുന്നു എന്നു വിട്ടുടേവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്നു തന്റെ വീട് തുറപ്പാൻ സമ്മതിക്കയില്ല എന്നറിവിൻ. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. കർത്താവേ, ഈ ഉപം പറയുന്നത് ഞങ്ങളെ അടയാ എല്ലാവരെയാടും കൂടെയാ എന്നു പത്രോസ് ചെയ്യാതിച്ചതെന്നു കർത്താവ് പറഞ്ഞതു. തക്ക സമയത്തു ആഹാരവീതം കൊടുക്കേണ്ടതെന്നു യജമാനൻ തന്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകനാർ. യജമാനൻ വരുമ്പയാൽ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി വയ്ക്കും എന്നു ഞാൻ സത്യമായിട്ടു നിങ്ങളെയാട് പറയുന്നു. എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്നു ഹൃദയത്തിൽ പറഞ്ഞു ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നു കുടിച്ചു മതിപ്പാനും തുടങ്ങിയാൽ അവൻ ന്യാക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്നു അവനെ ദണ്ഡിപ്പിക്കുകയും അവന്നു അവിശ്വാസികളെയാടുകൂടെ പങ്കുകൽപ്പിക്കുകയും ചെയ്യും. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ടു ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന്നു വളരെ അടികൊള്ളും. അറിയാതെ കണ്ടു അടിക്കുകയാഗ്യമായതു ചെയ്തവനെയാ കുറെ അടികൊള്ളും. വളരെ ലഭിച്ചവനെയാടു വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനെയാടു അധികം ചെയ്യാതിക്കും. ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു. അതു ഇപ്പയാഴെ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്തു ഇച്ഛിക്കേണ്ടു. എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാൻ ഉണ്ടു. അതു കഴിയുവയാളം ഞാൻ എത്ര ഞെരുങ്ങും. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്നു തേയാന്നുവയാ. അല്ലല്ല, ചിത്രം വരുത്തുവാൻ അത്രേ എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരെയാടും മൂവരും മൂവരെയാടും ഇരുവരും ഇങ്ങനെ 5 പേർ തമ്മിൽ ചിത്രിച്ചിരിക്കും. അപ്പൻ മകനെയാടും മകൻ അപ്പനെയാടും അമ്മ മകളെയാടും മകൾ അമ്മയാടും അമ്മാവിയമ്മ മരുമകളെയാടും മരുമകൾ അമ്മാവിയമ്മയാടും ചിത്രിച്ചിരിക്കും. പിന്നെ അവൻ പുരുഷാരത്തെയാട് പറഞ്ഞതു, പടിഞ്ഞാറുനിന്നു മേഘം പൊങ്ങുന്നതു കാണുമ്പയാൽ പെരുമഴ വരുന്നു എന്നു നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നതു കണ്ടാലേ അത്യുഷ്ണം ഉണ്ടാകും എന്നു പറയുന്നു. അതു സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കു അറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തതു എങ്ങനെ? ന്യായമായതു എന്തെന്നു നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്തു? പ്രതിയാകിയാടുകൂടെ അധികാരിയുടെ അടുക്കൽ പേയാകുമ്പയാൽ വഴിയിൽ വെച്ചു അവനെയാടു നിരന്നുകൊള്ളുവാൻ ശ്രമിക്ക. അല്ലാഞ്ഞാൽ അവൻ നിന്നെ ന്യായാധിപന്റെ മുമ്പിൽ ഇഴച്ചുകൊണ്ടു പേയാകുകയും ന്യായാധിപൻ നിന്നെ കെയാൽക്കാരന്റെ പക്കൽ ഏൽപ്പിക്കുകയും കെയാൽക്കാരൻ തടവിൽ ആക്കുകയും ചെയ്യും. ഒടുക്കത്തെ കാശുപയാലും കൊടുത്തു തീരുവയാളം നീ അവിടെ നിന്നു പുറത്തു വരികയില്ല എന്നു ഞാൻ നിന്നെയാടു പറയുന്നു. ആ സമയത്തു തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചേര അവരുടെ യാഗങ്ങളെയാടു കലർത്തിയ വർത്തമാനം അവനെയാടു അറിയിച്ചു. അതിന്നു അവൻ ഉത്തരം പറഞ്ഞതു, ആ ഗലീലക്കാർ ഇതു അനുഭവിക്കായാൽ എല്ലാ ഗലീലക്കാരിലും പാപികൾ ആയിരുന്നു എന്നു നിങ്ങൾക്കു തേയാന്നുവയാ. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചുപയാകും എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. അല്ല, ഷീലേഹാമിലെ ഗയാപുരം വീണു മരിച്ചുപയായ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്നു തേയാന്നുവയാ.
അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചുപോയാകും എന്നു ഞാൻ നിങ്ങളെയോട് പറയുന്നു. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന്നു തന്റെ മുന്തിരിത്തയാട്ടത്തിൽ നട്ടിരുന്നയാരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞുവന്നു, കണ്ടില്ലതാനും. അവൻ തേയാട്ടക്കാരനെയാടു, ഞാൻ ഇപ്പയാൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞുവരുന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളക, അതു നിലത്തെ നിഷ്ഫലമാക്കുന്നതു എന്തിന്നു എന്നു പറഞ്ഞു. അതിന്നു അവൻ, കർത്താവേ, ഞാൻ അതിന്നു ചുറ്റും കിളിച്ചു വളം ഇടുവയാളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചെങ്കിലെയാ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്നു ഉത്തരം പറഞ്ഞു. ഒരു ശബ്ദത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവിരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്നു പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവിർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ദത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളി പ്രമാണി നീരസപ്പെട്ടു പുരുഷാരത്തെയാടു, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്നു സൗഖ്യം വരുത്തിച്ചുകൊള്ളുവിൻ, ശബ്ദത്തിൽ അരുതു എന്ന് പറഞ്ഞു. കർത്താവ് അവനെയാടു, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരയാരുത്തൻ ശബ്ദത്തിൽ തന്റെ കാളയ കഴുതയ തൊട്ടിയിൽ നിന്നു അഴിച്ചു കൊണ്ടുപോയായി വെള്ളം കുടിപ്പിക്കുന്നില്ലയാ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രാഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്തുനാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയാ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇതു പറഞ്ഞപ്പോയാൽ അവന്റെ വിരയാധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരം ഒക്കെയും സന്ദേശിച്ചു. പിന്നെ അവൻ പറഞ്ഞതു, ദൈവരാജ്യം ഏതിനെയാടു സദൃശം? ഏതിനെയാടു അതിനെ ഉപമിക്കേണ്ടു? ഒരു മനുഷ്യൻ എടുത്തു തന്റെ തേയാട്ടത്തിൽ ഇട്ട കടുകുമണിയാടു അതു സദൃശം. അത് വളർന്നു വൃക്ഷമായി, ആകാശത്തിലെ പക്ഷികളും വന്നു അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. പിന്നെയും അവൻ ഈ ദൈവരാജ്യത്തെ ഏതിനെയാടു ഉപമിക്കേണ്ടു? അത് പുളിച്ച മാവിനെയാടു തുല്യം. അത് ഒരു സ്ത്രീ എടുത്തു 3 പറ മാവിൽ ചേർത്തു എല്ലാം പുളിച്ചുവരുവയാളം അടക്കിവെച്ചു എന്ന് പറഞ്ഞു. അവൻ പട്ടണം തയ്യാറും ഗ്രാമം തയ്യാറും സഞ്ചരിച്ചു യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു. ഏതു കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നതു വിഹിതമയാ എന്നു അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവൻ അവരെയാടു, മേയാശെ നിങ്ങൾക്കു എന്തു കൽപ്പന തന്നു എന്നു ചോദിച്ചു. ഉപേക്ഷണപത്രം എഴുതിക്കൊടുത്തു അവളെ ഉപേക്ഷിപ്പാൻ മേയാശെ അനുവദിച്ചു എന്നു അവർ പറഞ്ഞു. യേശു അവരെയാടു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ അവൻ നിങ്ങൾക്കു ഈ കൽപ്പന എഴുതിത്തന്നതു. സൃഷ്ടിയുടെ ആരംഭത്തിങ്കിലെയ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടു ഭാര്യയാടു പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യാചിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതു എന്ന് ഉത്തരം പറഞ്ഞു. വീട്ടിൽ വെച്ചു ശിഷ്യന്മാർ പിന്നെയും അതിനെക്കുറിച്ചു അവനെയാടു ചോദിച്ചു. എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ടു അവളെ ഉപേക്ഷിപ്പാൻ മേയാശെ കൽപ്പിച്ചതു എന്തു എന്നു ചോദിച്ചു. അവൻ അവരെയാടു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മേയാശെ അനുവദിച്ചതു. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനെയാ നിങ്ങളെയാടു പറയുന്നതു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ചു മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനെയാടു, സ്ത്രീയെ സംബന്ധിച്ചു മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെ എങ്കിൽ വിവാഹം കഴിക്കുന്നതു നന്നല്ല എന്നു പറഞ്ഞു. അവൻ അവരെയാടു, വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്നു ഷണ്ഡന്മാരായി ജനിച്ചവർ ഉണ്ടു, മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരും ഉണ്ടു, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരും ഉണ്ടു. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്നു പറഞ്ഞു. അനന്തരം യെരൂശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്നു ശീതകാലമായിരുന്നു. യേശു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്നു അവനെയാടു പറഞ്ഞു. യേശു അവരെയാടു ഉത്തരം പറഞ്ഞതു, ഞാൻ നിങ്ങളെയാടു പറഞ്ഞിട്ടുണ്ടു, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്കു സാക്ഷ്യം ആകുന്നു. നിങ്ങളെയാ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായ്കയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്കു നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോയാകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്നു പിടിച്ചുപറിക്കുകയും ഇല്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവു എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്നു പിടിച്ചുപറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ലു എടുത്തു. യേശു അവരെയാടു, പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏതു പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്നു ചോദിച്ചു. യഹൂദന്മാർ അവനെയാടു, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നതുകൊണ്ടുമത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നതു എന്നു ഉത്തരം പറഞ്ഞു. യേശു അവരെയാടു, നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്നു ഞാൻ പറഞ്ഞു എന്നു നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയാ?
ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്നു പറഞ്ഞു എങ്കിൽ തിരുവെഴുത്തിനു നീക്കം വന്നുകൂടായല്ലോ. ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്നു പറഞ്ഞതുകൊണ്ടു നീ ദൈവദൂഷണം പറയുന്നു എന്നു പിതാവ് വിശുദ്ധീകരിച്ചു ലേഖത്തിൽ അയച്ചവനെയാടു നിങ്ങൾ പറയുന്നുവയാ. ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. ചെയ്യുന്നു എങ്കിലെയാ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവു എന്നിലും ഞാൻ പിതാവിലും എന്നു നിങ്ങൾ ഗ്രഹിച്ചു അറിയേണ്ടതെന്നു പ്രവൃത്തിയെ വിശ്വസിപ്പേ. അവർ അവനെ പിന്നെയും പിടിപ്പാൻ നേയാക്കി അവനെയാ അവരുടെ കയ്യിൽ നിന്നു ഒഴിഞ്ഞുപോയായി. അവൻ യോർദ്ദാനക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തു പിന്നെയും ചെന്നു അവിടെ പാർത്തു. പലരും അവന്റെ അടുക്കൽ വന്നു, യോഹന്നാൻ അടയാളം ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഇവനെക്കുറിച്ചു യോഹന്നാൻ പറഞ്ഞതു ഒക്കെയും സത്യമായിരുന്നു എന്നു പറഞ്ഞു. അവിടെ പലരും അവനിൽ വിശ്വസിച്ചു. അപ്പയാൾ ഒരുത്തൻ അവനെയാടു, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമേയാ എന്നു ചോദിച്ചതെന്നു അവനെയാടു പറഞ്ഞതു. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പേയാറാടുവേ. പലരും കടപ്പാൻ നേയാക്കും കഴിയുകയില്ലതാനും എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. വീട്ടുടേവൻ എഴുന്നേറ്റു കതകു അടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്നു, കർത്താവേ, തുറന്നു തരേണമേ എന്നു പറഞ്ഞുകൊണ്ടു കതയ്ക്കുന്നു മുട്ടിത്തുടങ്ങുമ്പയാൽ നിങ്ങൾ എവിടെ നിന്നു എന്നു ഞാൻ അറിയുന്നില്ല എന്നു അവൻ ഉത്തരം പറയും. അന്നേരം നിങ്ങൾ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലയാ എന്നു പറഞ്ഞു തുടങ്ങും. അവനെയാ, നിങ്ങൾ എവിടെ നിന്നു എന്നു ഞാൻ അറിയുന്നില്ല എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളയാരെ എന്നെ വിട്ടുപയാകുവിൻ എന്നു പറയും. അവിടെ അബ്രാഹാമും ഇസ്ഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്തു തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പയാൽ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും തെക്കുനിന്നും വടക്കുനിന്നും അനേകർ വന്നു ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. മുമ്പന്മാരായിത്തീരുന്ന പിമ്പന്മാരുണ്ടു, പിമ്പന്മാരായിത്തീരുന്ന മുമ്പന്മാരുമുണ്ട്. ആ നാഴികയിൽ തന്നെ ചില പരീശന്മാർ അടുത്തുവന്നു, ഇവിടം വിട്ടുപോയിക്കാൾക, ഹെരോദാവു നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്നു അവനെയാടു പറഞ്ഞു. അവൻ അവരെയാടു പറഞ്ഞതു, നിങ്ങൾ പേയായി ആ കുറുക്കനെയാടു. ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. യെരൂശലേമിന്നു പുറത്തുവെച്ചു ഒരു പ്രവാചകൻ നശിച്ചുപോയാകുന്നതു അസംഭവ്യമല്ലോ എന്നു പറവേ. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കിയാഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുമ്പയാലെ നിന്റെ മക്കളെ എത്രവട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്ക് ആ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നു നിങ്ങൾ പറയുവയാളം നിങ്ങൾ എന്നെ കാണുകയില്ല എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. പരീശപ്രമാണികളിൽ ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബ്ബത്തിൽ ചെന്നപ്പയാൽ അവർ അവനെ ഉറ്റുനയാക്കിക്കൊണ്ടിരുന്നു. മഹയാദരമുള്ളയാരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. യേശു ന്യായശാസ്ത്രിമാരെയാടും പരീശന്മാരെയാടും ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നതു വിഹിതമേയാ അല്ലയാ എന്നു ചോദിച്ചു. അവരെയാ മിണ്ടാതിരുന്നു. അവൻ അവനെ തൊട്ടു സൗഖ്യമാക്കി വിട്ടേച്ചു. പിന്നെ അവരെയാടു, നിങ്ങളിൽ ഒരുത്തന്റെ മകനെയാ കാളയാ ശബ്ബത്തു നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കയില്ലയാ എന്നു ചോദിച്ചതെന്നു പ്രത്യുത്തരം പറവാൻ അവർക്കു കഴിഞ്ഞില്ല. ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നതു കണ്ടിട്ടു അവൻ അവരെയാടു ഒരുപം പറഞ്ഞു. ഒരുത്തൻ നിന്നെ കല്യാണത്തിനു വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുതു, പക്ഷെ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്നു, ഇവന്നു ഇടം കൊടുക്ക എന്നു നിന്നെയാടു പറയുമ്പയാൽ നീ നാണത്തെയാടെ ഒടുക്കത്തെ സ്ഥലത്തുപയായി ഇരിക്കേണ്ടിവരും. നിന്നെ വിളിച്ചാൽ ചെന്നു ഒടുക്കത്തെ സ്ഥലത്തു ഇരിക്ക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പയാൽ നിന്നെയാടു, സ്നേഹിത, മുമ്പെയാട്ട് വന്നു ഇരിക്ക എന്നു പറവാൻ ഇടവരട്ടെ. അപ്പയാൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിനക്കു മാനം ഉണ്ടാകും. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനെയാടു അവൻ പറഞ്ഞതു, നീ ഒരു മുത്താഴമയാ അത്താഴമയാ കഴിക്കുമ്പയാൽ സ്നേഹിതന്മാരെയും സഹയാരതരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുതു. അവർ നിന്നെ അങ്ങേയറ്റം വിളിച്ചിട്ടു നിനക്കു പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്നു കഴിക്കുമ്പയാൽ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്ക. എന്നാൽ നീ ഭാഗ്യവാനാകും, നിനക്കു പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്കു വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്കു പ്രത്യുപകാരം ഉണ്ടാകും. കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ ഇതു കേട്ടിട്ടു, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്നു അവനെയാടു പറഞ്ഞു. അവനെയാടു അവൻ പറഞ്ഞതു, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്തു അവൻ തന്റെ ദാസനെ അയച്ചു, ആ ക്ഷണിച്ചവരെയാടു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിൻ എന്നു പറയിച്ചു. എല്ലാവരും ഒരു പേയാലെ ഒഴികഴിവു പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനെയാടു, ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്നു കാണേണ്ടുന്ന ആവശ്യമുണ്ടു, എന്നെയാടു ക്ഷമിച്ചു കൊള്ളേണം എന്നു ഞാൻ അപേക്ഷിക്കുന്നു എന്നു പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ടു, അവയെ ശേയാധന ചെയ്യുവാൻ പേയാകുന്നു, എന്നെയാടു ക്ഷമിച്ചു കൊള്ളേണം എന്നു ഞാൻ അപേക്ഷിക്കുന്നു എന്നു പറഞ്ഞു.
വേറൊരുത്തൻ, ഞാൻ ഇപ്പയാൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്നു പറഞ്ഞു. ദാസൻ മടങ്ങിവന്നു യജമാനനെയാടു അറിയിച്ചു. അപ്പയാൾ വീട്ടുടേവൻ ഖ്യാപിച്ചു ദാസനെയാടു, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്നു ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്നു കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനനെ, കൽപ്പിച്ചതു ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലം ഉണ്ടു എന്നു പറഞ്ഞു. യജമാനൻ ദാസനെയാടു, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പേയായി എന്റെ വീടു നിറയേണ്ടതെന്നു കണ്ടവരെ അകത്തുവരുവാൻ നിർബന്ധിക്കും. ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കയില്ല എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു എന്നു പറഞ്ഞു. ഏറിയ പുരുഷാരം അവനെയാടുകൂടെ പേയാകുമ്പയാൽ അവൻ തിരിഞ്ഞു അവരെയാടു പറഞ്ഞതു, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹയാദരന്മാരെയും സഹയാദരികളെയും സ്വന്തജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്നു എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശു എടുത്തുകൊണ്ടു എന്റെ പിന്നാലെ വരാത്തോന്നു എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗയാപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്നു അതു തീർപ്പാൻ വക ഉണ്ടയാ എന്നു കണക്കുന്നയാക്കുന്നില്ലയാ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്നു വന്നേക്കാം. കാണുന്നവർ എല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനേ വകയില്ല എന്നു പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനെയാടു പട ഏൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്നു 20,000 വരുന്നവനെയാടു താൻ 10,000 എതിർപ്പാൻ മതിയാ എന്നു ആലോചിക്കുന്നില്ലയാ? പേയാര എന്നു വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പയാൾ തന്നെ സ്ഥാനാപതികളെ അയച്ചു സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതു ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന്നു എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉപ്പു നല്ലതു തന്നെ, ഉപ്പുകാരമില്ലാതെ പേയായാൽ എന്തൊന്നുകൊണ്ടു അതിനു രസം വരുത്തും? പിന്നെ നിലത്തിന്നും വളത്തിന്നും കൊള്ളുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ടു അവരെയാടുകൂടി ഭക്ഷിക്കുന്നു എന്നു പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു പിറുപിറുത്തു. അവരെയാടു അവൻ ഈ ഉപം പറഞ്ഞു, നിങ്ങളിൽ ഒരു ആൾക്കു 100 ആടുണ്ടു എന്നിരിക്കട്ടെ. അതിൽ ഒന്നു കാണാതെ പേയായാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ചു. ആ കാണാതെ പേയായതിനെ കണ്ടെത്തും വരെന്നെയാക്കി നടക്കാതിരിക്കുമയാ? കണ്ടു കിട്ടിയാൽ സന്ദേശിച്ചു ചുമലിൽ എടുത്തു വീട്ടിൽ വന്നു സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പേയായ എന്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ടു എന്നെയാടു കൂടെ സന്ദേശിപ്പിൻ എന്നു അവരെയാടു പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ടു ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്ദേശം ഉണ്ടാകും എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടു എന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പേയായാൽ അവൾ വിളക്കു കത്തിച്ചു വീടു അടിച്ചുവാരി അതുകൊണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തെയാടെ അന്വേഷിക്കാതിരിക്കുമയാ? കണ്ടുകിട്ടിയാൽ സ്നേഹിതമാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി, കാണാതെ പേയായ ദ്രഹ്മ കണ്ടുകിട്ടിയതുകൊണ്ടു എന്നെയാടുകൂടെ സന്ദേശിപ്പിൻ എന്നു പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ചു ദൈവദൂതന്മാരുടെ മധ്യേ സന്ദേശം ഉണ്ടാകും എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. പിന്നെയും അവൻ പറഞ്ഞതു, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനെയാടു, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്കു തരേണമേ എന്നു പറഞ്ഞു. അവൻ അവർക്കു മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയമകൻ സകലവും സ്വരൂപിച്ചു ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു, വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്തു കഠിനക്ഷാമം ഉണ്ടായിട്ടു അവന്നു മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്നു ആശ്രയിച്ചു. അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറു നിരപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന്നു കൊടുത്തില്ല. അപ്പയാൽ സുബയാതം വന്നിട്ടു അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ശേഷിപ്പിക്കുന്നു, ഞാനേ ആ വിശപ്പുകൊണ്ടു നശിച്ചുപയാകുന്നു. ഞാൻ എഴുന്നേറ്റു അപ്പന്റെ അടുക്കൽ ചെന്നു അവനെയാടും, അപ്പാ, ഞാൻ സ്വർഗത്തെയാടും നിന്നെയാടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരുന്നു ഞാൻ യാഗനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പേയാലെ എന്നെ ആക്കേണമേ എന്നു പറയും എന്നു പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റു അപ്പന്റെ അടുക്കൽ പേയായി. ദൂരത്തുനിന്നു തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞു ഓടിച്ചെന്നു അവന്റെ കഴുത്തു കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു. മകൻ അവനെയാടു, അപ്പാ, ഞാൻ സ്വർഗത്തെയാടും നിന്നെയാടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്നു വിളിക്കപ്പെടുവാൻ യാഗനല്ല എന്നു പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരെയാടു, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്നു ഇവനെ ധരിപ്പിപ്പിൻ, ഇവന്റെ കൈക്കു മേയാതിരവും കാലിനു ചെരുപ്പും ഇടുവിപ്പിൻ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്നു അറുപ്പിൻ, നാം തിന്നു ആനന്ദിക്കാം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പേയായിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്നു പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അവന്റെ മൂത്തമകൻ വയലിൽ ആയിരുന്നു. അവൻ വന്നു വീട്ടിനെയാടു അടുത്തപ്പയാൾ വാദ്യവും നൃത്തഖ്യാശവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചു, ഇതെന്തു എന്നു ചേദിച്ചു.
അവൻ അവനെയാടു, നിന്റെ സഹയാദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തെയാടെ കിട്ടിയതുകൊണ്ടു തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്നു പറഞ്ഞു. അപ്പയാൽ അവൻ ഖേദിച്ചു അകത്തു കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്നു അവനെയാടു അപേക്ഷിച്ചു. അവൻ അവനെയാടു, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചങ്ങതികളുമായി ആനന്ദിക്കേണ്ടതെന്നു നീ ഒരിക്കലും എനിക്കു ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരെയാടു കൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കാ തടിപ്പിച്ച കാളക്കുട്ടിയെ അവനുവേണ്ടി അറുത്തുവല്ലോ എന്നു ഉത്തരം പറഞ്ഞു. അതിന്നു അവൻ അവനെയാടു, മകനെ, നീ എപ്പോഴും എന്നെയാടു കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതു എല്ലാം നിന്റേതു ആകുന്നു. നിന്റെ ഈ സഹയാദരനെയാ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പേയായിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ചു സന്തോഷിക്കേണ്ടതാവശ്യമായിരുന്നു എന്നു പറഞ്ഞു. പിന്നെ അവൻ ശിഷ്യന്മാരെയാടു പറഞ്ഞതു, ധനവാനായൊരു മനുഷ്യനു ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു. അവൻ അവന്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്നു ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവൻ അവനെ വിളിച്ചു, നിന്നെക്കൊണ്ടു ഈ കേൾക്കുന്നതു എന്തു? നിന്റെ കാര്യവിചാരത്തിന്റെ കണക്കു ഏൽപ്പിച്ചു തരിക. നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്നു പറഞ്ഞു. എന്നാറെ കാര്യവിചാരകൻ, ഞാൻ എന്തു ചെയ്യണ്ടു? യജമാനൻ കാര്യവിചാരത്തിൽ നിന്നു എന്നെ നീക്കുവാൻ പേയാകുന്നു. കിളപ്പാൻ എനിക്കു പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു. എന്നെ കാര്യവിചാരത്തിൽ നിന്നു നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടതു എന്തു എന്നു എനിക്കു അറിയാം എന്നു ഉള്ളുകൊണ്ടു പറഞ്ഞു. പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തനെ വരുത്തി ഒന്നാമത്തവനെയാടു, നീ യജമാനനു എത്ര കടംപെട്ടിരിക്കുന്നു എന്നു ചോദിച്ചു. 100 കുടം എണ്ണ എന്നു അവൻ പറഞ്ഞു. അവൻ അവനെയാടു, നിന്റെ കൈച്ചീട്ടു വാങ്ങി വേഗം 250 എന്നു എഴുതുക എന്നു പറഞ്ഞു. അതിന്റെ ശേഷം മറ്റൊരുത്തനെയാടു, നീ എത്ര കടംപെട്ടിരിക്കുന്നു എന്നു ചോദിച്ചു. 100 പറ കേതമ്പു എന്നു അവൻ പറഞ്ഞു. അവനെയാടു, നിന്റെ കൈച്ചീട്ടു വാങ്ങി 80 എന്നു എഴുതുക എന്നു പറഞ്ഞു. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ടു യജമാനൻ അവനെ പുകഴ്ത്തി, വെളിച്ചമക്കളെക്കാൾ ഈ ലേഖത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അനീതിയുള്ള മമ്മയാനെക്കൊണ്ടു നിങ്ങൾക്കു സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. അതു ഇല്ലാതെയാകുമ്പയാൽ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മമ്മയാനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായതു നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്കു സ്വന്തമായതു ആർ തരും? 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ചു മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനെയാടു പറ്റിച്ചേർന്നു മറ്റവനെ നിരസിക്കും. നിങ്ങൾക്കു ദൈവത്തെയും മമ്മയാനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ടു അവനെ പരിഹസിച്ചു. അവൻ അവരെയാടു പറഞ്ഞതു, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവർ ആകുന്നു. ദൈവമേയാ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായതു ദൈവത്തിന്റെ മുമ്പാകെ അറിപ്പത്രേ. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നുമുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാൽക്കാരേണ അതിൽ കടപ്പാനാകുന്നു. ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീണുപയാകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപയാകുന്നതു എളുപ്പം. ഭാര്യയെ ഉപേക്ഷിച്ചു മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ എല്ലാം വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ചു ദിനംപ്രതി ആഡംബരത്തെയാടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ളയൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്നു വീഴുന്നതു തിന്നു വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്നു അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോയാൽ ദൂതന്മാർ അവനെ അബ്രാഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോയാൽ മേലയാട്ടുനയാക്കി ദൂരത്തുനിന്നു അബ്രാഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രാഹാം പിതാവേ, എന്നെയാടു കനിവുണ്ടാകേണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതെന്നു അവനെ അയക്കേണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്നു വേദന അനുഭവിക്കുന്നു എന്നു വിളിച്ചു പറഞ്ഞു. അബ്രാഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നു ഓർക്ക. ഇപ്പയാൽ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീ ആ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നു നിങ്ങളുടെ അടുക്കൽ കടന്നുവരുവാൻ ഇച്ഛിക്കുന്നവർക്കു കഴിവില്ല, അവിടെ നിന്നു ഞങ്ങളുടെ അടുക്കൽ കടന്നുവരുവാനും പാടില്ല എന്നു പറഞ്ഞു. അതിന്നു അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്നു ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു 5 സഹയാദരന്മാർ ഉണ്ടു. അവരും ഈ യാതനാസ്ഥലത്തു വരാതിരിപ്പാൻ അവൻ അവരെയാടു സാക്ഷ്യം പറയട്ടെ എന്നു പറഞ്ഞു. അബ്രാഹാം അവനെയാടു, അവർക്കു മേശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്കു അവർ കേൾക്കട്ടെ എന്നു പറഞ്ഞു. അതിന്നു അവൻ, അല്ലല്ല അബ്രാഹാം പിതാവേ, മരിച്ചവരിൽ നിന്നു ഒരുത്തൻ എഴുന്നേറ്റു അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്നു പറഞ്ഞു.
അവൻ അവനെയാടു, അവർ മേശയുടെയും പ്രവാചകന്മാരുടെയും വാക്കു കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്നു ഒരുത്തൻ എഴുന്നേറ്റു ചെന്നാലും വിശ്വസിക്കയില്ല എന്നു പറഞ്ഞു. അവൻ തന്റെ ശിഷ്യന്മാരെയാടു പറഞ്ഞതു, ഇടർച്ചകൾ വരാതിരിക്കുന്നതു അസാധ്യം, എങ്കിലും അവ വരുത്തുന്നുവെന്നു അയ്യാ കഷ്ടം. അവൻ ഈ ചെറിയവരിൽ ഒരുത്തന്നു ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരിക്കല്ലു അവന്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞുകളയുന്നതു അവന്നു നന്നു. സൂക്ഷിച്ചുകൊള്ളുവിൻ, സഹയാദരൻ പിഴച്ചാൽ അവനെ ശാസിക്ക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനെയാടു ക്ഷമിക്ക. ദിവസത്തിൽ 7 വട്ടം നിന്നെയാടു പിഴയ്ക്കുകയും 7 വട്ടവും നിന്റെ അടുക്കൽ വന്നു, ഞാൻ മാനസാന്തരപ്പെടുന്നു എന്നു പറയുകയും ചെയ്താൽ അവനെയാടു ക്ഷമിക്ക. അപ്പോസ്തലന്മാർ കർത്താവിനെയാടു, ഞങ്ങൾക്കു വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്നു പറഞ്ഞു. അതിന്നു കർത്താവ് പറഞ്ഞതു, നിങ്ങൾക്കു കടകുമണിയാളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയാടു വേറെയാടെ പറഞ്ഞു കടലിൽ നട്ടുപയാക എന്നു പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളിൽ ആർക്കെങ്കിലും ഒഴുകയാ മേയ്ക്കയാ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്നു വരുമ്പയാൾ, നീ ക്ഷണത്തിൽ വന്നു ഊണിന്നു ഇരിക്ക എന്നു അവനെയാടു പറയുമയാ. അല്ല, എനിക്കു അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ചു തീരുവയാളം അരകെട്ടി എനിക്കു ശുശ്രൂഷേക, പിന്നെ നീയും തിന്നു കുടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയാ. തന്നെയാടു കൽപ്പിച്ചതു ദാസൻ ചെയ്തുകൊണ്ടു അവന്നു നന്ദി പറയുമയാ. അവണ്ണം നിങ്ങളെയാടു കൽപ്പിച്ചത് ഒക്കെയും ചെയ്ത ശേഷം, ഞങ്ങൾ പ്രയോജനം ഇല്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്നു നിങ്ങളും പറവേ. അവൻ യെരൂശലേമിലേക്കു യാത്ര ചെയ്യുകയിൽ ശമരിക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പയാൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന്നു എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ടു, യേശു, നായക, ഞങ്ങളെയാടു കരുണയുണ്ടാകണമേ എന്നു ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ടു, നിങ്ങൾ പേയായി പുരോഹിതന്മാർക്കു നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്നു പറഞ്ഞു. പേയാകയിൽ തന്നെ അവർ ശുദ്ധരായിത്തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്കു സൗഖ്യം വന്നതു കണ്ടു ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടു മടങ്ങിവന്നു അവന്റെ കാൽക്കൽ കവിണ്ണു വീണു അവന്നു നന്ദി പറഞ്ഞു. അവനെയാ ശമര്യക്കാരൻ ആയിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയാ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിനു മഹത്വം കൊടുപ്പാൻ മടങ്ങിവന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ടു അവനെയാടു, എഴുന്നേറ്റു പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. ദൈവരാജ്യം എപ്പയാൾ വരുന്നു എന്നു പരീശന്മാർ ചെയ്യാതിച്ചതെന്നു, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നതും. ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയും ഇല്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നു അവൻ ഉത്തരം പറഞ്ഞു. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരെയാടു പറഞ്ഞതു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ലതാനും. അന്നു നിങ്ങളെയാടു ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയും. നിങ്ങൾ പേയാകരുതു, പിൻചെല്ലുകയുമരുതു. മിന്നൽ ആകാശത്തിൻകീഴെ ദിക്കയാടുതിക്കെല്ലാം തിളങ്ങി മിന്നുന്നതുപോയാലെ മനുഷ്യപുത്രൻ തന്റെ ദിവസത്തിൽ ആകും. എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. നെയാഹയുടെ കാലത്തു സംഭവിച്ചതുപോയാലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നെയാഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിനു കൊടുത്തും പേയാന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചുകളഞ്ഞു. ലേയാത്തിന്റെ കാലത്തു സംഭവിച്ചതുപോയാലെയും തന്നെ അവർ തിന്നും കുടിച്ചുകൊണ്ടും വിറ്റും നട്ടും പണിതും പേയാന്നു. എന്നാൽ ലേയാത്ത് സ്വദേയാം വിട്ട നാളിൽ ആകാശത്തുനിന്നു തീയും ഗന്ധകവും പെയ്തു എല്ലാവരെയും മുടിച്ചുകളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. അന്നു വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പയാകരുതു, അവണ്ണം വയലിൽ ഇരിക്കുന്നവനും പിന്നെയാക്കം തിരിയരുതു. ലേയാത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. തന്റെ ജീവനെ നേടുവാൻ നേയാക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേൽ ആയിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒന്നിച്ചു പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. 2 പേർ വയലിൽ ഇരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. അവർ അവനെയാടു, കർത്താവേ, എവിടെ എന്നു ചെയ്യാതിച്ചതെന്നു, ശവം ഉള്ളയിടത്തു കഴുക്കൾ കൂടും എന്നു അവൻ പറഞ്ഞു. മടുത്തുപയാകാതെ എപ്പയാഴും പ്രാർത്ഥിക്കണം എന്നുള്ളതെന്നു അവൻ അവരെയാടു ഒരുപം പറഞ്ഞതു. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്നു, എന്റെ പ്രതിയാകിയാടു പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്നു പറഞ്ഞു. അവന്നു കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല. എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ടു ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്നു എന്നെ മുഖത്തടിക്കും എന്നു ഉള്ളുകൊണ്ടു പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നതു കേൾപ്പേ. ദൈവമേ, ആ രാപ്പകൽ തന്നെയാടു നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയാ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പയാൽ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമയാ എന്നു കർത്താവ് പറഞ്ഞു.
തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ചു മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ചു അവൻ ഒരു ഉപം പറഞ്ഞതെന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പേയായി, ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ടു തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടോർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പേയാലെയാ ഈ ചുങ്കക്കാരനെ പേയാലെയാ ഞാൻ അല്ലായ്കയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിൽ ഒക്കെയും പതാരം കൊടുത്തുവരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനെയാ ദൂരത്തു നിന്നുകൊണ്ടു സ്വർഗ്ഗത്തേക്കു നെയാക്കുവാൻ പോലും തുനിയാതെ മാർത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നെയാടു കരുണയുണ്ടാക്കേണമേ എന്നു പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്കു പേയായി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്നു ഞാൻ നിങ്ങളെയാടു പറയുന്നു. മറിയയുടെയും അവളുടെ സഹയാദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ടു അവന്റെ കാൽ തുടച്ചതു. അവളുടെ സഹയാദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നതു. ആ സഹയാദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്കു പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്നു പറയിച്ചു. യേശു അതു കേട്ടിട്ടു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതെന്നു ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്നു പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹയാദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്നു ഇരുന്ന സ്ഥലത്തു 2 ദിവസം പാർത്തു. അതിന്റെ ശേഷം അവൻ ശിഷ്യന്മാരെയാടു, നാം വീണ്ടും യഹൂദിയയിലേക്കു പേയാക എന്നു പറഞ്ഞു. ശിഷ്യന്മാർ അവനെയാടു, റബ്ബി, യഹൂദന്മാർ ഇപ്പയാൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പേയാകുന്നുവയാ എന്നു ചെയ്യാതിച്ചു. അതിന്നു യേശു, പകലിന്നു 12 മണിനേരം ഇല്ലയാ? പകൽ സമയത്തു നടക്കുന്നവൻ ഈ ലേയാഗത്തിന്റെ വെളിച്ചം കാണുന്നതുകൊണ്ടു ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനെയാ അവന്നു വെളിച്ചം ഇല്ലായ്കൊണ്ടു ഇടറുന്നു എന്നു ഉത്തരം പറഞ്ഞു. ഇതു പറഞ്ഞിട്ടു അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്രകൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പേയാകുന്നു എന്നു അവരെയാടു പറഞ്ഞു. ശിഷ്യന്മാർ അവനെയാടു, കർത്താവേ, അവൻ നിദ്രകൊള്ളുന്നു എങ്കിൽ അവന്നു സൗഖ്യം വരും എന്നു പറഞ്ഞു. യേശുവെയാ അവന്റെ മരണത്തെക്കുറിച്ചു ആയിരുന്നു പറഞ്ഞതു, ഉറക്കം എന്ന നിദ്രയെക്കുറിച്ചു പറഞ്ഞു എന്നു അവർക്കു തേയാനിപ്പയായി. അപ്പയാൾ യേശു സ്പഷ്ടമായി അവരെയാടു, ലാസർ മരിച്ചുപയായി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ടു നിങ്ങളെ വിചാരിച്ചു സന്ദേശിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവന്റെ അടുക്കൽ പേയാക എന്നു പറഞ്ഞു. ദിദിമോസ് എന്നു പേരുള്ള തേയാമസ് ശിഷ്യന്മാരെയാടു, അവനെയാടു കൂടെ മരിക്കേണ്ടതെന്നു നാമും പേയാക എന്നു പറഞ്ഞു. യേശു അവിടെ എത്തിയപ്പയാൽ അവനെ കല്ലറയിൽ വെച്ചിട്ടു 4 ദിവസമായി എന്നു അറിഞ്ഞു. ബേഥാനി യെരൂശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയും സഹയാദരനെക്കുറിച്ചു ആശ്വസിപ്പിക്കേണ്ടതെന്നു പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്നു കേട്ടിട്ടു മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയ വീട്ടിൽ ഇരുന്നു. മാർത്ത യേശുവിനെയാടു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹയാദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പയാടും നീ ദൈവത്തെയാടു എന്തു അപേക്ഷിച്ചാലും ദൈവം നിനക്കു തരും എന്നു ഞാൻ അറിയുന്നു എന്നു പറഞ്ഞു. യേശു അവളെയാടു, നിന്റെ സഹയാദരൻ ഉയിർത്തെഴുന്നേൽക്കും എന്നു പറഞ്ഞു. മാർത്ത അവനെയാടു, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയിർത്തെഴുന്നേൽക്കും എന്നു ഞാൻ അറിയുന്നു എന്നു പറഞ്ഞു. യേശു അവളെയാടു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല, ഇതു നീ വിശ്വസിക്കുന്നുവയാ എന്നു പറഞ്ഞു. അവൾ അവനെയാടു, ഉവ്വു കർത്താവേ, ലേയാഗത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്നു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നു പറഞ്ഞിട്ടു. പേയായി തന്റെ സഹയാദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്നു പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റു അവന്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്തു തന്നെയായിരുന്നു. വീട്ടിൽ അവളെയാടുകൂടെ ഇരുന്നു അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ, മറിയ വേഗം എഴുന്നേറ്റു പേയാകുന്നതു കണ്ടിട്ടു അവൾ കല്ലറയ്ക്കൽ കരവാൻ പേയാകുന്നു എന്നു വിചാരിച്ചു പിഞ്ചെന്നു. യേശു ഇരിക്കുന്നിടത്തു മറിയ എത്തി അവനെ കണ്ടിട്ടു അവന്റെ കാൽക്കൽ വീണു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹയാദരൻ മരിക്കയില്ലായിരുന്നു എന്നു പറഞ്ഞു. അവൾ കരയുന്നതും അവളെയാടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ടു ഉള്ളം നൊന്തു കലങ്ങി. അവനെ വെച്ചതു എവിടെ എന്നു ചെയ്യാതിച്ചു. കർത്താവേ, വന്നു കാണുക എന്നു അവർ അവനെയാടു പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ, കണ്ടയാ അവനെയാടു എത്ര പ്രിയം ഉണ്ടായിരുന്നു എന്നു പറഞ്ഞു. ചിലരെയാ, കുരുടന്റെ കണ്ണു തുറന്ന് ഇവന്നു ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയാ എന്നു പറഞ്ഞു. യേശു പിന്നെയും ഉള്ളം നൊന്തു കല്ലറയ്ക്കൽ എത്തി. അത് ഒരു ഗുഹ ആയിരുന്നു, ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ലു നീക്കുവിൻ എന്നു യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹയാദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്നു പറഞ്ഞു. യേശു അവളെയാടു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നെയാടു പറഞ്ഞില്ലയാ എന്നു പറഞ്ഞു. അവർ കല്ലു നീക്കി.
യേശു മേലയാട്ടു നെയാക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്നു ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്നു ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതെന്നു അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്നു പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടു അവൻ, ലാസരെ, പുറത്തുവരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തുവന്നു. അവന്റെ കാലും കൈയും ശീലകൊണ്ടു കെട്ടിയും മുഖം റൂമാൽ കൊണ്ടു മൂടിയുമിരുന്നു. അവന്റെ കെട്ടു അഴിപ്പിൻ, അവൻ പേയാകട്ടെ എന്ന് യേശു അവരെയാടു പറഞ്ഞു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തു കണ്ടിട്ടു അവനിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പേയായി യേശു ചെയ്തതു അവരെയാടു അറിയിച്ചു. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്തു ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. രയാമക്കാരും വന്നു നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തുകളയും എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവു തന്നെ, അവരെയാടു, നിങ്ങൾ ഒന്നും അറിയുന്നില്ല. ജനം മുഴുവനും നശിച്ചുപോയാകാതവണ്ണം ഒരു മനുഷ്യൻ ജാതിക്കു വേണ്ടി മരിക്കുന്നതു നന്നു എന്നു ഓർക്കുന്നതുമില്ല എന്നു പറഞ്ഞു. അവൻ ഇതു സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതൻ ആകയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാൻ ഇരിക്കുന്നു എന്നു പ്രവചിച്ചതത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ടു ചേർക്കേണ്ടതെന്നും തന്നെ. അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലയാചിച്ചു. അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ടു മരുഭൂമിക്കരികെ എഫ്രയീം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. അവൻ തൊടേണ്ടതെന്നു ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരെ അവരെ ശാസിച്ചു. യേശു അതു കണ്ടാറെ മുഷിഞ്ഞു അവരെയാടു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുതു. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പേയാലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്നു ഞാൻ സത്യമായിട്ടു നിങ്ങളെയാടു പറയുന്നു എന്നു പറഞ്ഞു. പിന്നെ അവൻ അവരെ അണിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. അവൻ പുറപ്പെട്ടു യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടിവന്നു അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരുവേ, നിത്യജീവനെ അവകാശം ആക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്നു അവനെയാടു ചെയ്യാദിച്ചു. അവൻ, എന്നെയാടു നന്മയെക്കുറിച്ചു ചെയ്യാദിക്കുന്നതു എന്തു? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്നു അവനെയാടു പറഞ്ഞു. ഏവ എന്നു അവൻ ചെയ്യാദിച്ചതെന്നു യേശു, കുല ചെയ്യരുതു, വ്യഭിചാരം ചെയ്യരുതു, മേഷ്ടിക്കരുതു, കള്ളസാക്ഷ്യം പറയരുതു, ചതിക്കരുതു, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്നു പറഞ്ഞു. യൗവനക്കാരൻ അവനെയാടു, ഇവ ഒക്കെയും ഞാൻ പ്രമാണിച്ചു പേയായിരുന്നു, ഇനി കുറവുള്ളതു എന്തു എന്നു പറഞ്ഞു. യേശു അവനെ നെയാക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവു നിനക്കുണ്ടു, നീ പേയായി നിനക്കുള്ളതു എല്ലാം വിറ്റു ദരിദ്രർക്കു കൊടുക്ക, എന്നാൽ നിനക്കു സ്വർഗ്ഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്നു എന്നെ അനുഗമിക്ക എന്നു പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവൻ ആകൊണ്ടു ഈ വചനത്തിങ്കൽ വിഷാദിച്ചു ദുഃഖിതനായി പോയിക്കളഞ്ഞു. യേശു അവനെ കണ്ടിട്ടു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നതു എത്ര പ്രയാസം. അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നതു എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നതു എളുപ്പം എന്നു ഉത്തരം പറഞ്ഞു. അവർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷപ്രാപിപ്പാൻ ആർക്കു കഴിയും എന്നു തമ്മിൽ പറഞ്ഞു. യേശു അവരെ നെയാക്കി, മനുഷ്യർക്കു അസാധ്യം തന്നെ, ദൈവത്തിനു അല്ലതാനും, ദൈവത്തിനു സകലവും സാധ്യമല്ലോ എന്നു പറഞ്ഞു. പത്രോസ് അവനെയാടു, ഞങ്ങൾ സകലവും വിട്ടു നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്കു എന്തു കിട്ടും എന്നു ചെയ്യാദിച്ചു. യേശു അവരെയാടു പറഞ്ഞതു, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്നു ഇസ്രായേൽ ഗയാത്രം 12 ന്യായം വിധിക്കും എന്നു ഞാൻ സത്യമായിട്ടു നിങ്ങളെയാടു പറയുന്നു. എന്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടയാ സഹയാദരന്മാരെയാ സഹയാദരികളെയാ അമ്മയെയാ അപ്പനെയാ മക്കളെയാ നിലങ്ങളെയാ വിട്ടാൽ ഈ ലേയാക്കത്തിൽ തന്നെ ഉപദ്രവങ്ങളെയാടും കൂടെ 100 മടങ്ങു വീടുകളെയും സഹയാദരന്മാരെയും സഹയാദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലേയാക്കത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്നു ഞാൻ സത്യമായിട്ടു നിങ്ങളെയാടു പറയുന്നു. എങ്കിലും മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകും എന്നു ഉത്തരം പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തയാട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതെന്നു പുലർച്ചയ്ക്കു പുറപ്പെട്ട വീട്ടുടയവനെയാടു സദൃശം. വേലക്കാരെയാടു അവൻ ദിവസത്തേക്കു ഓരയാ വെള്ളിക്കാശു പറഞ്ഞൊത്തിട്ടു അവരെ മുന്തിരിത്തയാട്ടത്തിൽ അയച്ചു. 3-ാം മണിനേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ടു നിൽക്കുന്നതു കണ്ടു. നിങ്ങളും മുന്തിരിത്തയാട്ടത്തിൽ പേയാകുവിൻ, ന്യായമായതു തരാം എന്നു അവരെയാടു പറഞ്ഞു. അവർ പേയായി. അവൻ 6-ാം മണിനേരത്തും 9-ാം മണിനേരത്തും ചെന്നു. അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണിനേരത്തും ചെന്നു. മറ്റു ചിലർ നിൽക്കുന്നതു കണ്ടിട്ടു, നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ടു നിൽക്കുന്നതു എന്തു എന്നു ചെയ്യാദിച്ചു. ഞങ്ങളെ ആരും കൂലിക്കു വിളിക്കായ്കൊണ്ടത്രേ എന്നു അവർ പറഞ്ഞപ്പോഴാൾ
നിങ്ങളും മുന്തിരിത്തയാട്ടത്തിലേക്കു ചെല്ലുവിൻ എന്നു അവരെയാടു പറഞ്ഞു. സന്ധ്യയായപ്പയാൾ മുന്തിരിത്തയാട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനെയാടു വേലക്കാരെ വിളിച്ചു, പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്കു കൂലി കൊടുക്ക എന്നു പറഞ്ഞു. അങ്ങനെ 11-ാം മണിനേരത്തു വന്നവർ ചെന്നു ഓരയാ വെള്ളിക്കാശു വാങ്ങി. മുമ്പന്മാർ വന്നപ്പയാൾ തങ്ങൾക്കു അധികം കിട്ടും എന്നു നിരൂപിച്ചു. അവർക്കും ഓരയാ വെള്ളിക്കാശു കിട്ടി. അതു വാങ്ങിയിട്ടു അവർ വീട്ടുടയവന്റെ നേരെ പിറുപിറുത്തു, ഈ പിമ്പന്മാർ 1 മണിനേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളെയാടു സമ്മാക്കിയല്ലോ എന്നു പറഞ്ഞു. അവരിൽ ഒരുത്തനെയാടു അവൻ ഉത്തരം പറഞ്ഞതു, സ്നേഹിതാ, ഞാൻ നിന്നെയാടു അന്യായം ചെയ്യുന്നില്ല. നീ എന്നെയാടു 1 പണം പറഞ്ഞൊത്തില്ലയാ. നിന്റേതു വാങ്ങിപ്പോയിക്കൊള്ളുക. നിനക്കു തന്നതുപയാലെ ഈ പിമ്പെന്നും കൊടുപ്പാൻ എനിക്കു മനസ്സു. എനിക്കുള്ളതിനെക്കൊണ്ടു മനസ്സുപയാലെ ചെയ്യുവാൻ എനിക്കു ന്യായമില്ലയാ. ഞാൻ നല്ലവൻ ആകുകൊണ്ടു നിന്റെ കണ്ണു കടിക്കുന്നുവയാ. ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരും ആകും. അവർ യെരൂശലേമിലേക്കു യാത്ര ചെയ്യുകയായിരുന്നു. യേശു അവർക്കു മുമ്പായി നടന്നു. അവർ വിസ്മയിച്ചു, അനുഗമിക്കുന്നവരെയാ ഭയപ്പെട്ടു. അവൻ പിന്നെയും 12 കൂട്ടിക്കൊണ്ടു അവരെയാടു, ഇതാ നാം യെരൂശലേമിലേക്കു പോയാകുന്നു. മനുഷ്യപുത്രനെക്കുറിച്ചു പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതു എല്ലാം നിവൃത്തിയാകും. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിനു വിധിച്ചു ജാതികൾക്കു ഏൽപ്പിക്കും. അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ടു അവൻ ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്കു സംഭവിക്കാനുള്ളതു പറഞ്ഞു തുടങ്ങി. അവരെയാ ഇതു ഒന്നും ഗ്രഹിച്ചില്ല. ഈ വാക്കു അവർക്കു മറവായിരുന്നു. പറഞ്ഞതു അവർ തിരിച്ചറിഞ്ഞതുമില്ല. സെബെദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്നു അവനെയാടു, ഗുരുവേ, ഞങ്ങൾ നിന്നെയാടു യാചിപ്പാൻ പേയാകുന്നതു ഞങ്ങൾക്കു ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്നു പറഞ്ഞു. അവൻ അവരെയാടു, ഞാൻ നിങ്ങൾക്കു എന്തു ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നു ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാൻ വരം നൽകേണം എന്നു അവർ പറഞ്ഞു. യേശു അവരെയാടു, നിങ്ങൾ യാചിക്കുന്നതു ഇന്നതു എന്നു നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്കു കഴിയുമയാ എന്നു ചോദിച്ചതെന്നു കഴിയും എന്നു അവർ പറഞ്ഞു. യേശു അവരെയാടു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതയാ എന്റേതല്ല, ആർക്കു ഒരുക്കിയിരിക്കുന്നുവയാ അവർക്കു കിട്ടും എന്നു പറഞ്ഞു. അതുശേഷം 10 പേരും കേട്ടിട്ടു യാക്കോബിനെയാടും യോഹന്നാനെയാടും നീരസപ്പെട്ടു തുടങ്ങി. യേശുവെയ അവരെ അടുക്കെ വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുതു. നിങ്ങളിൽ മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകേണം. നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകേണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപയാലെ തന്നെ എന്നു പറഞ്ഞു. അവർ യെരീഹയാവിൽ എത്തി. പിന്നെ അവൻ ശിഷ്യന്മാരെയാടും വലിയ പുരുഷാരത്തെയാടും കൂടെ യെരീഹയാവിൽ നിന്നു പുറപ്പെടുമ്പയാൽ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പേയാകുന്നതു കേട്ടു. ഇതെന്തു എന്നു അവൻ ചോദിച്ചു. നസറായനായ യേശു എന്നു കേട്ടിട്ടു അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നെയാടു കരുണയാണേണമേ എന്നു നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദു പുത്ര എന്നെയാടു കരുണയാണേണമേ എന്നു അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പയാൾ യേശു നിന്നു, അവനെ വിളിപ്പിൻ എന്നു പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്നു അവർ പറഞ്ഞു കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പു ഇട്ടും കളഞ്ഞു ചാടി എഴുന്നേറ്റു യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനെയാടു, ഞാൻ നിനക്കു എന്തു ചെയ്തു തരേണമെന്നു നീ ഇച്ഛിക്കുന്നു എന്നു ചോദിച്ചതെന്നു. റബ്ബൂണി, എനിക്കു കാഴ്ച പ്രാപിക്കണമെന്നു കുരുടൻ അവനെയാടു പറഞ്ഞു. യേശു അവനെയാടു, പേയാക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ടു അവനെ അനുഗമിച്ചു. ജനം എല്ലാം കണ്ടിട്ടു ദൈവത്തിനു പുകഴ്ച കൊടുത്തു.